together to Jesus. ഹല്ലേലൂയ. നമ്മുടെ കരം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താം. And let's be ready for the word, ministry of the word. ആരാധനത്തിനായി നമുക്ക് ഒരുങ്ങാം. Hallelujah. 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 ഞങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ കാണിച്ച എല്ലാത്തിനും കർത്താവ് പ്രതിഫലം തരട്ടെ. May the Lord reward you for all that you have done for us. Praise God. Amen. Amen. അതൊന്നും ഈ പുസ്തകം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. None of the things which you told him about me came to me before I took the book. ഞാൻ ഈ പുസ്തകത്തിന്റെ ചുമട്ടുകാരനായതാണ് എൻ്റെ ഭാഗ്യം. I am blessed because I am a bearer of this book. ഇത് ചുമന്നതിന് ഇത്രയും കിട്ടിയാൽ ഇത് പ്രസംഗിച്ചതിന് എത്ര കിട്ടും? If I carry this and I'm so blessed, what will happen when I preach? എനിക്കൊരു കാര്യം ഉറപ്പാണ്. One thing I'm sure. നമ്മൾ ഡെയിലി വേജസ്കാരല്ല. We are not daily wages people. കോൺട്രാക്ട് വർക്കാണ്. This is a contract work. അതൊരു എഗ്രിമെന്റ് ആണ്. It is an agreement with God. അല്ല, കവനന്റ് ആണ്. It's a covenant with God. തീരുമ്പോഴാണ് എല്ലാം കൂടെ കിട്ടുന്നത്. When everything is over, you will get the blessing. നമുക്ക് എല്ലാവർക്കും അത് ലഭിക്കും. We will all get it. അല്പനാള് കർത്താവിന്റെ വചന ശുശ്രൂഷ എന്നെ അനുഗ്രഹിക്കാൻ നിങ്ങൾ ഇത്രയും പേര് തയ്യാറായപ്പോൾ, So many of you were prepared to bless me because I just stood with the gospel. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. In whatever way you measure, it shall be given to you. അമർത്തി കുലുക്കി കവിന്ന ഒരു നല്ല അളവ് എക്സ്ട്രാ വേറെയും കിട്ടും. സ്തോത്രം. And above that, you will also get what you yourself give to the Lord. ഹല്ലേലൂയ. Hallelujah. ഇതൊന്നും യാദർച്ഛികമല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. This is not coincidental. This is a plan of God. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the wonderful men and women of God who prayed for me. Thank you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. May the Lord bless you mightily. ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. May the Lord give you long life and health. നിങ്ങൾ ഒരുപാട് ശുശ്രൂഷകൾ ഇനിയും ചെയ്യാൻ കർത്താവ് കൃപ നൽകട്ടെ. May the Lord give you grace to do a lot more ministry. ഈ സഭയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമാണ്. You are a blessing for the church. നിങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് നമുക്കായിരിക്കാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കും. Thank God we could all be together at a time like this. കർത്താവിന്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കും. Thank God for His presence. ഞാൻ ഇന്ന് ദൈവവചന ശുശ്രൂഷയോട് ചേർന്ന് എൻ്റെ അനുഭവ സാക്ഷ്യവും ചിലത് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. I desire to share a bit of my testimony with the Word of God. കർത്താവ് തന്ന ആലോചന പറയുന്നതിനിടയ്ക്ക് അത് മറന്നുപോയാൽ ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. But if the Lord gives me a word and forget it, please bear with me. പലപ്പോഴും എൻ്റെ കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ യേശുവിന്റെ കാര്യമാണ്. Amen. More than I say about myself, I speak about Jesus. ചിലപ്പോഴൊക്കെ ആൾക്കാർ എന്നോട് പറയും, പാസ്റ്റർ ഇന്ന് ഇച്ചിരി അനുഭവ സാക്ഷ്യം പറയണം, പക്ഷെ ഞാൻ പറയാൻ മറന്നുപോകും. Sometimes people tell me, Pastor, can you share a bit about your testimony? But I forget it. ഞാൻ കർത്താവ് പറയുന്ന ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി എല്ലാം മറന്നുപോകും. When I speak the word which Jesus says, I forget everything else. ഞാൻ അവസാനം ഈ ക്ലോക്കിൽ നോക്കി ചിലപ്പോഴ ആൾക്കാർ സാഹചര്യം മനസ്സിലാക്കി അവസാനിപ്പിക്കാറാണ്. Sometimes I look at the clock, I look at the circumstances of people and just stop. നമുക്ക് ദൈവവചനത്തിലേക്ക് കിടക്കാൻ Let's look into the word. എല്ലാ ദൈവമക്കളും പ്രാർത്ഥന ഉണ്ടായിരിക്കും. Let's all be in an attitude of prayer and praise. പിശാച് യേശുവിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് യേശു ചെയ്തു. Whatever Satan tried to stop Jesus from doing, Jesus did exactly that. നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പിശാച് ആഗ്രഹിക്കുന്നോ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എൻ്റെ യേശു. My Jesus makes you to do what Satan prevents you from doing. യേശുവിനെതിരായി പിശാച് തയ്യാറാക്കിയ സകല പദ്ധതിയുടെയും ലക്ഷ്യം, The purpose of all the strategies which Satan had against Jesus, യേശുവിനെ കൊണ്ട് ഒരു വാക്ക് പറയിപ്പിക്കാതിരിക്കാനാണ് പിശാച് ശ്രമിച്ചത്. Satan desperately tried to stop Jesus from saying one word. ഒറ്റ വാക്ക് പറയിപ്പിക്കാതിരിക്കാൻ. One word. യേശു ക്രൂശിൽ വെച്ച് 7 വാക്കുകൾ പറഞ്ഞു. Jesus said 7 words on the cross. അതിൽ 6 വാക്കും അവന് വലിയ വിഷയമൊന്നുമല്ല. 6 of those words was not so bad for him. അതിൽ ഒരു വാക്ക് പറയിപ്പിക്കാതിരിക്കാനാണ് അവൻ ഉൽപ്പത്തി മുതൽ ശ്രമിച്ചത്. From Genesis he has been trying to stop Jesus from saying one word. ആ വാക്കാണ് ഇന്ന് ഞാൻ That is what I'm going to preach today. ആ വാക്ക് ഇങ്ങനെയാണ്. This is the way the word is. John chapter 19 verse 30. യോഹന്നാൻ 19:30. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. It says like this. നിവർത്തിയായി. Amen. It is done. Amen. Amen. ഗ്രീക്ക് ഭാഷയിൽ ടെറ്റലസ്റ്റായി എന്ന പദമാണ് ഉപയോഗിച്ചത്. The Greek language, the word uses tetelestai. സകലവും നിവർത്തിയായി. Everything is done. ആ ഒരു വാക്ക് പറയരുത്
പറയിപ്പിക്കരുത് എന്ന് പിശാച് ആഗ്രഹിച്ചു. Satan desperately tried to make sure Jesus did not say that. എന്തുകൊണ്ട്? Why? അതിനകത്താണ് സകല അനുഗ്രഹവും ഇരിക്കുന്നത്. All the blessings is in that one word. It is done or finished. ഒരു കാര്യം ഞങ്ങളോട് പറയാം. Let me tell you one thing. ഈ ഒരു വാക്ക് യേശു പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ, If you don't believe this word which Jesus spoke exactly as it is, ഇതുവരെയുള്ള നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നഷ്ടമാണ്. your Christian life so far is a loss. കാരണം അതിനകത്താണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. Because in that word is everything. പഴയ നിയമത്തിലെ യാഗം അവസാനിച്ചത് അവിടെയാണ്. The Old Testament sacrifice came to an end there. ന്യായപ്രമാണത്തിന്റെ നിവർത്തി നടന്നത് അവിടെയാണ്. The fulfillment of the old covenant was there. യേശുക്രിസ്തുവിന്റെ രക്ഷ നടന്നത് അവിടെയാണ്. Oh, the salvation of Jesus was done there. നമ്മുടെ പാപം മോചിക്കപ്പെട്ടത് Our അവിടെയാണ്. sins were forgiven there. നമ്മുടെ രോഗങ്ങൾ സൗഖ്യമായത് അവിടെയാണ്. Our diseases were healed there. നമ്മുടെ ശാപം മാറിയത് അവിടെയാണ്. Our curses were lifted there. വരാൻ പോകുന്ന സകല അനുഗ്രഹം അവിടെയാണ്. All the blessings to come are there. എന്തൊക്കെ ഇനി സംഭവിക്കണമോ അത് മുഴുവൻ സംഭവിക്കേണ്ടത് അവിടെയാണ്. Wherever is to happen started there. It happened there. നിങ്ങളുടെ തലമുറയായി നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള അനുഗ്രഹം മുഴുവൻ അവിടെയാണ്. All your blessings for generations was there. അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കില്ല. If you don't believe it, it won't happen to you. യേശുവിലൂടെ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതേ സംഭവിക്കും. Whatever you believe through Jesus, only that will happen. ഹല്ലേലൂയ. Hallelujah. ഇത് കുറച്ചുകൂടെ വ്യക്തമായാൽ Let me keep it clear. ഉൽപ്പത്തി മുതൽ From Genesis ക്രൂശീകരണം വരെ till crucifixion, ഒരു എഗ്രിമെന്റ് ആണ്, there's an agreement. ഒരു കമനന്റ് ആണ്. There is a covenant. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. Listen carefully. ഉൽപ്പത്തി മുതൽ, From Genesis, അതായത് ആദാം ഹവ്വയും പാപം ചെയ്തത് മുതൽ, from the day Adam and Eve sinned, യേശുക്രിസ്തുവിലൂടെ ആ രക്ഷയുടെ പൂർത്തീകരണ പദ്ധതി തയ്യാറായത് മുതൽ, from the day the plan of salvation began to work in Jesus അത് Christ, സംഭവിച്ചതുവരെ till it happened, ഒരു കമനന്റ് ആണ്. there's a covenant. അത് ഒരുപാട് പേജുണ്ട്, Many pages to that അത് covenant. ഒരുപാട് പുസ്തകമുണ്ട്. Many books. അത് 39 പുസ്തകമാണ്. There are 39 books. ലോക ചരിത്രത്തിൽ ഇതുവരെ ഒരു കോടതിയിലും വിധി ഇത്ര വലിയ വിധി ഉണ്ടായിട്ടില്ല. In the history of the world, no court has judged like this. 39 പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട വിധി ഏതാണ്? A testament written in 39 chapters. ഒരു കേസിന്റെ ചരിത്രമാണ്. It is the history of a case. ദൈവ സൃഷ്ടിയായ മനുഷ്യനെ പിശാചി ചതിച്ചു. Oh, Satan deceived the creation of God. ഈ കേസ് ദൈവത്തിന്റെ കോടതിയിൽ വന്നു. This case came to God. സുപ്രീം ജഡ്ജി ആയിരിക്കുന്ന ദൈവം ഇങ്ങനെ പറഞ്ഞു, The God who is a supreme judge said, പാപത്തിന്റെ ശമ്പളം മരണമാണ്. oh, the wages of sin is death. പാപം ചെയ്തവൻ മരിക്കണം. Those who sin must die. പിശാച് തുള്ളിച്ചാടി. Oh, Satan was happy. രക്ഷപ്പെടാൻ മനുഷ്യന് പഴുതില്ല. Oh, man cannot be saved. അവൻ ശിക്ഷിക്കപ്പെട്ടു. He has already been defeated. അവന് വേണ്ടി ജാമ്യം എടുക്കാൻ ആളില്ല. There is nobody to bail him out. അവന് വേണ്ടി വാദിക്കാൻ വക്കീലില്ല. No vakil, no lawyer to get him out. ജീവിതം മുഴുവൻ അന്ധകാരത്തിൽ അടയ്ക്കപ്പെട്ട The മനുഷ്യൻ whole of life was put in darkness for man. പിശാചിന് അടിമയായി പോയി. He became a slave to Satan. കേസ് പറയാൻ വക്കീലുമാർ വന്നു. No lawyers came to give case. പുരോഹിതന്മാരുടെ വേഷത്തിൽ വന്നു. They came in the dress of priests. അവർ യാഗങ്ങളുമായി വാദിച്ചു. They came and did with sacrifice. രാജാക്കന്മാര് വന്നു. Kings came. പ്രവാചകന്മാര് വന്നു. Prophets came. സകല വക്കീലും തോറ്റുപോയി. All the lawyers failed. പിന്നെ ശിക്ഷിക്കപ്പെട്ടു. Again, man was punished. മനുഷ്യൻ അലറിക്കരഞ്ഞു. Man began to cry. ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ? Is there nobody to save കോടതി us? വിറങ്ങലിച്ചു പോയി. Oh, the court was ashamed. ജഡ്ജി വിധി മാറ്റിയില്ല. The judge did not change. നീ തോറ്റാലും ജയിച്ചാലും പാപത്തിന്റെ ശമ്പളം മരണം. Whether you win or lose, the wages of sin is death. പാർലമെന്റ് ചോദിച്ചു. The parliament asked, അമെൻഡ്മെന്റ് ചെയ്യാൻ പറ്റില്ലേ? oh, can you not change the judgment? ഇത് ഭേദഗതി ചെയ്യാൻ പറ്റില്ലേ? Can you not annul the ഈ judgment? മരണം എന്നുള്ള ഒരു ജീവപര്യന്തമാക്കാൻ Can പറ്റില്ല. you not change the death sentence into lifelong? ദയാഹർജി സമർപ്പിക്കപ്പെട്ടു. Oh, somebody gave a plea for mercy. വിധി മാറ്റാൻ തയ്യാറല്ല. Oh, the king said, no, I will not change. എന്നാൽ But ഇതാ കാൽവറിയിലേക്ക് here on the cross of ഒരു Calvary, വക്കീല് കയറി വരുന്നു. a lawyer is coming. പാരാക്ലിത്തോസ്. Oh, hallelujah. ഒരു അഡ്വക്കേറ്റ് കയറി വരുന്നു. A lawyer is coming. ജീസസ് ക്രൈസ്റ്റ് His name is Jesus. പറഞ്ഞു, ഞാൻ വാദിക്കാനല്ല വന്നത്, I said, I have not come to the പകരം law. മരിക്കാൻ. I have come to die. പകരം I മരിക്കാൻ. have come to die. പകരം മരിക്കാൻ. I have come to നമ്മൾ die. ജയിച്ചു. We won. നമ്മുടെ കേസ് ജയിച്ചു. Our case has നമ്മുടെ won. കേസ് ജയിച്ചു. Our case has won. Praise the Lord. സന്തോഷമില്ലേ? Are you not happy? സന്തോഷമില്ലേ? Are you not happy? ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ? Did you hear anything I said? ഓ, കേട്ടെങ്കിൽ കൈ ഉയർത്തി ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. Hallelujah. എന്തോ കേസാ. What kind of a case? ഇങ്ങനെ ഒരു കേസ് ഏത് കോടതി കണ്ടിട്ടുണ്ട്? Which court, which case can handle something സകല like this? വക്കീലുമാരും മുട്ടുമടക്കി. All the lawyers knelt down.
പ്രതിഭാഗത്ത് നിന്നുകൊണ്ട് വാദിച്ച ലൂസിഫർ മുട്ടുമടക്കി. Lucifer had to kneel down അവന് and concede defeat. അവൻ 50 PhD ഒടിഞ്ഞുപോയി. All his 50 PhDs were thrown into the water. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ PhD ജയിച്ചു. Our PhD won. പെന്തക്കോസ്റ്റ് ഹല്ലേലൂയ ഡിപ്പാർട്ട്മെന്റ് അതാ നമ്മുടെ PhD. Our PhD is Pentecost Hallelujah department. നമ്മുടെ PhD. That is our PhD. നമ്മൾ ജയിച്ചു. We won. പിശാച് തോറ്റു. Satan is defeated. നമ്മൾ ജയിച്ചു. We won. യേശു ജയിപ്പിച്ചു. Jesus made us പിശാച് to win. തോറ്റുപോയി. Satan is defeated. കോടതിന് വെളിയിലോട്ട് ഇവരുടെ മുഖം ഒന്ന് കാണട്ടെ. Let me see the faces of those who are coming out of the court today. In the court, those who are coming out today, out of the court, let me see your faces. ജയിച്ചിട്ട് കോടതിന് വരുന്നവരുടെ മുഖം ഒന്ന് കാണട്ടെ. Let me see the faces of those who are coming out of the court. Oh! Hallelujah. Oh! Hallelujah. Oh! Hallelujah. ആ കോടതി തീരുമാനത്തിന്റെ അടിയിൽ That court judgment under that. ഇത് ഉറപ്പാണെന്നും This is sure ഇത് ആർക്കും മാറ്റാൻ that പറ്റത്തില്ലെന്നും nobody can change it. സുപ്രീം ജഡ്ജി The supreme judge, ഒപ്പിട്ടതാണ്. he signed it. തെറ്റലസ്റ്റായി. It is done. സകലവും നിവർത്തിയായി. It is done. ഈ കേസിന് കോടതിയിൽ വരില്ല. This case will not come to the court again. എന്നേക്കുമായി ഇതിന് വിധി പ്രസ്താവിച്ചിരിക്കുന്നു. Forever and ever it has been judged. ആമേൻ. നിങ്ങളുടെ മരണം മാറിപ്പോയി. Your death has been moved. മരണം നിന്റെ ജയം എവിടെ? Oh death, where is thy sting? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇത് ലോകം മുഴുവൻ ഒന്ന് വിളിച്ചു പറയാൻ കിട്ടിയാൽ എന്താ അത് രസമാ. What an opportunity if you could shout it to the whole world. ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ ഒന്ന് പറയാൻ കഴിയാം, ഒന്ന് ശ്രമിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Do you remember what I ഈ said? കോടതി ഓർക്കുന്നുണ്ടോ? Do you remember the court? ഈ വക്കീൽമാരൊക്കെ Do you ഓർക്കുന്നുണ്ടോ? remember the lawyers? ആ ജഡ്ജി ഓർക്കുന്നുണ്ടോ? Do you remember the judge? ആ വിധി ഓർക്കുന്നുണ്ടോ? Do you remember the ആ judgment? പാർലമെന്റ് Do you ഓർക്കുന്നുണ്ടോ? remember the parliament? അത് അങ്ങനെ തന്നെ ഒന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? Can you say like that? How many people Ah. can wholeheartedly say ഹല്ലേലൂയ. it is finished? ആർക്കെങ്കിലും പറയാൻ ഇഷ്ടമാണെങ്കിൽ വേണേ എഴുതി തരാം. If you like to say it, I'll write it and give it to you. അതാ ബൈബിൾ. That is the Bible. അതാ സുവിശേഷം. That is the gospel. അതിനപ്പുറം ഒന്നുമില്ല. There's nothing beyond അതിന് that. ഒന്നുമില്ല. There's nothing on this side. ആമേൻ. Amen. ഇനി ഇതെല്ലാം എഴുതിയാലും Even if you write all this, ജഡ്ജി ഒപ്പിട്ടില്ലെങ്കിൽ if the judge doesn't sign, സംഗതി കേടാ. it won't work. ഏറ്റവും അവസാനത്തെ സിഗ്നേച്ചർ ആണ്. Finally, the signature came. സകലവും It നിവർത്തിയായി. is finished. Oh, hallelujah. ആമേൻ. Glory. ആമേൻ. Hallelujah. ഇനി അതിന്റെ ഒരു അല്പം വിവരണമാണ് പറയാൻ പോകുന്നത്. Now I'm going to describe this. a bit. ഇതിന്റെ വിവരണം 2000 വർഷം പറഞ്ഞിട്ടും തീർന്നില്ല. 2000 years they have been speaking ഇത് എന്നാ about this. കേസാ? What case is this? ഇത് എന്നാ കേസാ? What case is this? 2000 വർഷം പറഞ്ഞിട്ടും ഈ കേസിന്റെ വിവരണം തീർന്നിട്ടില്ല. 2000 years they have been എന്നിട്ട് talking about ആൾക്കാർ this. ചോദിക്കാണ്, എങ്ങനെ ആ കേസ് എന്ന് പറഞ്ഞേ, Even when എങ്ങനെ ആ people കേസ് എന്ന് are പറഞ്ഞേ. asking, tell me about the case. Tell me ആൾക്കാർ about the പറയാണ്, case. People are saying, സുരേഷ് ബാബു പാസ്റ്റർ പറഞ്ഞ പോലല്ല ആ കേസ് ഡാമിയൻ പാസ്റ്റർ പറഞ്ഞത്. Praise the Lord. Suresh Babu said something that is not the way Damien is saying. ഡാമിയൻ പാസ്റ്റർ പറഞ്ഞ പോലല്ല ആ കേസ് ഷേജു പാസ്റ്റർ പറഞ്ഞത്. Oh, സ്വത്രം. damn, Shiju is speaking in some other way. ഓ ഇതുപോലെ ഒന്നുമല്ല കെ എബ്രഹാം പാസ്റ്റർ പറഞ്ഞത്. Abraham is saying the same thing in a different way. എല്ലാം ഒരേ കേസാ. It's all the case is the same. എല്ലാം ഒരേ കേസ്. It's the same. ഇതിന്റെ എല്ലാം അവസാനം എന്ന് പറയുന്നത് At the end of it all, പിശാച് തോറ്റു. Satan is യേശു defeated. ജയിച്ചു. Jesus has യേശു won. ജയിച്ചു എന്ന് പറഞ്ഞാൽ When you say Jesus has won, നമ്മൾ ജയിച്ചു. we have won. ഹല്ലേലൂയ. Hallelujah. മക്കളെല്ലാം ഇത് പഠിക്കണം. All the children must എന്താ learn നിങ്ങളുടെ this. സുവിശേഷം എന്ന് പറഞ്ഞാൽ? What is the gospel? അതൊരു കേസിന്റെ കഥയാണ്. It is a story of a case. ആ കേസ് ഇങ്ങനെയാണ് This is a case. എന്ന് പറഞ്ഞ് തുടങ്ങണം. Start like this. ഏദൻ പൂങ്കാവനത്തിൽ പിശാചി ചതിച്ചതും Satan defeated people at the Eden. ആ കേസ് ദൈവത്തിന്റെ കോടതി വന്നതും That went to the court of God. സുപ്രീം ജഡ്ജി പറഞ്ഞു പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് The പറഞ്ഞത്. supreme judge said, yes, if you sin, you will die. അവിടെ മുതല് From there, ഈ PhD പാസ്സായി ലൂസിഫർ തോറ്റത് വരെ, Lucifer, who got a doctorate, he failed. നമ്മുടെ യേശു ജയിച്ചത് വരെ, That our Jesus won. എന്നിട്ട് കോടതി വിധിയും കൊണ്ട് നമ്മൾ ഇറങ്ങി വരുന്ന രംഗം വരെ Till the day we come with a court order happiness. Wow. അങ്ങോട്ട് അവതരിപ്പിക്കണം. You should explain that. സമ്മതിച്ചോ? Agreed? സമ്മതിച്ചോ? Agreed? ഒരു താല്പര്യം തോന്നില്ലേ? Don't you feel interested in the gospel? ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. അത് അങ്ങനെ അങ്ങോട്ട് പഠിക്കണം. You should learn it like that. പിന്നെ ആൾക്കാർ പറയാ, People are saying, കേൾക്കാൻ നന്നായിരിക്കും, അതൊന്ന് വിവരിച്ച് പറയാമോ എന്ന് ചോദിച്ചാൽ പിന്നെ ബാക്കി പറഞ്ഞാൽ മതി. people when you say, they'll say, come on, tell us again, say the gospel. നിങ്ങൾ ശ്രദ്ധിക്കുക,
Listen, നിങ്ങളുടെ ജീവിതത്തിലും in your life, ദൈവം നിങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞു whatever God said about അത് you, നിവർത്തിയാകാതിരിക്കാനാണ് പിശാചിന്റെ പ്ലാൻ. Satan will desperately try not to fulfill it. ആമേൻ. Amen. നിന്റെ സൗന്ദര്യത്തിനെതിരായിട്ട് പിശാചിന് ഒരു പ്രശ്നവുമില്ല. Satan has nothing against your beauty. നീ എത്ര ക്രീം തേച്ചാലും അവന് പ്രശ്നമില്ല. However cream you use, he has no നീ problem. ഏത് പെർഫ്യൂം അടിച്ചാലും പ്രശ്നമില്ല. Any perfume you use, നീ he has no ഏത് problem. സൈസ് ഡ്രസ് ഇട്ടാലും പ്രശ്നമില്ല. Any size of dress, he has no problem. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു നീ വിദ്യാഭ്യാസത്തിൽ ഉയരാനാണെങ്കിൽ അവിടെ മാത്രമേ അവൻ എപ്പോഴും തട്ടുള്ളൂ. If God wants you to lift up in your education, there Satan will try to നിവർത്തിയാകാതിരിക്കുവാൻ. so that you may not fulfill. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. Listen, ഈ പിശാചിന് എന്റെ വിദ്യാഭ്യാസം പ്രശ്നമല്ല. Satan is not bothered ഞാൻ about എത്ര my PhD education. എടുത്താലും പിശാചിന് ഇഷ്ടമാണ്. However much I take PhD, അവൻ he is ഒറ്റ happy. ലക്ഷ്യമേ ഉള്ളൂ. He has only one aim. ആമേൻ. Amen. അവൻ ബീറ്റ് ചെയ്യല്ല, പകരം ബ്ലെയിം ചെയ്ത് ഞാൻ പറയുന്ന ഈ സുവിശേഷം അംഗീകരിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. Amen. Amen. Wherever I preach, Satan desperately tries Amen. so that people do not take what I speak. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വരെ അവന്റെ ശ്രമം ബീറ്റായിരുന്നു, അടിക്കുക എന്നുള്ളതായിരുന്നു. In the till recent future, he was beating people. അവൻ അടിച്ചപ്പോൾ അവനൊരു അബദ്ധം പറ്റി. When he beat people, he made a mistake. ആ ജനത്തിന് സഹതാപം കിട്ടാൻ തുടങ്ങി. Oh, he began to get the sympathy of അടി people. വീട്ടിയവർക്ക് സഹതാപം കിട്ടാൻ തുടങ്ങി. Those who were beaten began to get sympathy. അവർ അംഗീകരിക്കപ്പെടാൻ തുടങ്ങി. They began to be recognized. അപ്പൊ പിശാച് അടിയന്തര യോഗം കൂടി. So Satan got a അവന് counsel. പുതിയ മുദ്രാവാക്യം ഉണ്ടാക്കി. He started a new slogan. ഡോണ്ട് ബീറ്റ് ബട്ട് ബ്ലെയിം. അടിക്കണ്ട, അടിക്കണ്ട, കുറ്റം കുറ്റം പറഞ്ഞാൽ മതി നമ്മൾ തീരുമാനിച്ചു. Hallelujah. അതുകൊണ്ട് അടി നിർത്തി. So he stopped beating അവൻ people. കുറ്റം പറയാൻ He തുടങ്ങി. started അത് slandering അവന്റെ people. പുതിയ മുദ്രാവാക്യമാണ്. That is his new slogan. അങ്ങനെ ചെയ്താൽ If you do like that, ദൈവദാസന്മാർ പറയുന്നത് അംഗീകരിക്കാതെ വരും. when a man of God preaches, people won't listen. ആമേൻ. Amen. ആമേൻ. Amen. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ If somebody tells you like that, പറഞ്ഞത് എന്നാന്ന് നോക്കരുത്, don't worry about what is said. പറഞ്ഞത് ആരാന്ന് നോക്കിയാൽ മതി. Know who said it. പറഞ്ഞത് ആരാന്ന് നോക്കിയാൽ മതി. See who is പറഞ്ഞത് saying it. ആരാണെന്ന് നോക്കിയിട്ട് വേണം Look at who is speaking. പറഞ്ഞത് എന്താന്ന് നോക്കാൻ. Then see what is being spoken. പറഞ്ഞതൊരു കള്ളനാണെങ്കിൽ If a thief has spoken, പറഞ്ഞതെല്ലാം കള്ളമാണ്. all that he has spoken is a lie. ആമേൻ. Amen. എത്ര പേർക്ക് മനസ്സിലായി? How many people അവർക്കാ ഞാൻ understand? ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for നിങ്ങൾ them. കമ്പ്യൂട്ടർ തുറന്നാലും Look at the നിങ്ങൾ computer. ഇന്റർനെറ്റ് തുറന്നാലും Look at the internet. ഒരു കാര്യം നിങ്ങൾ വായിച്ചാൽ Whatever you read. പറഞ്ഞത് കള്ളനാണെങ്കിൽ If a thief has പറഞ്ഞതെല്ലാം spoken, കള്ളമാണ്. Praise the all Lord. that he has spoken is a lie. പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ളവരാണെങ്കിൽ If a man, honest man speaks, ആമേൻ, പറയുന്നതെല്ലാം സത്യമായിരിക്കും. whatever he says is true. സത്യം ഒന്നേ ഉള്ളൂ. There's only one എന്റെ truth. യേശു മാത്രം. My Jesus. എന്റെ യേശു മാത്രം. My Jesus. ദൈവവചനം മാത്രം. My word of Oh, God. Jesus. Hallelujah. ആമേൻ. Hallelujah. Hallelujah. നമുക്ക് മുമ്പോട്ട് പോകാം. Let's go forward. നമുക്ക് മുമ്പോട്ട് പോകാം. Let's go forward. പിശാച് Satan ഏദൻ പൂങ്കാവനത്തിൽ in the Garden of Eden, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ തകർക്കാൻ പദ്ധതിയിട്ടു. he planned to destroy the creation of God. അതിന് അടിസ്ഥാനപരമായ ചില വിഷയങ്ങളുണ്ട്. There are some foundational reasons. ഈ പുരുഷന്മാരെന്ന് പറഞ്ഞ ഞങ്ങൾ We men, മണ്ണാങ്കട്ടയാണ്. we are nothing. We are mannangattas. Which means മണ്ണുകൊണ്ടാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. we are created by soil. ഈ മണ്ണിനൊരു പ്രശ്നമുണ്ട്. The soil has a problem. വെള്ളം കണ്ടാൽ അലിയും. As soon as it sees water, it melts. പക്ഷെ സ്ത്രീ അങ്ങനല്ല. Women are not like that. അവരെ എല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത്. It is created by bones. സമുദ്രത്തിലിട്ടാലും അലിയല്ല. Whether you put it in the ocean, they won't melt. ഈ ആദാം കിടന്നുറങ്ങിയപ്പോൾ When Adam was sleeping, ഹവ്വ വന്നു. Eve came. ഒരു പഴം കൊടുത്തിട്ട് പറഞ്ഞു, She gave a plant, a fruit. ആദേട്ട. Adam, യെസ്, പഴം here, take this. കടിച്ചിട്ടുണ്ട് കുറച്ച്. I have eaten a bit. Take ചോദിച്ചു ഇതാരാ കടിച്ചെന്ന് ചോദിച്ചു. So who ate this? ഞാനാ കടിച്ചെന്ന് പറഞ്ഞു. I ate this. എവിടുന്നാന്ന് ചോദിച്ചു. Where did you get it from? ദാ മരത്തല്ലിരിക്കുന്ന ചേട്ടൻ It was in പറിച്ചെന്നാന്ന് the പറഞ്ഞു. tree. That brother on the tree, he gave it to me. Serpent. ഞാൻ അറിയാതെ ഈ തോട്ടത്തിൽ വേറെ ഏതാടി ചേട്ടൻ എന്ന് ചോദിച്ചു. Who is that other fellow in the garden without me? He asked. കൊണ്ട് പറഞ്ഞൊരു നീളമുള്ളൊരു ചേട്ടൻ തന്നെ മരത്തല്ലിരിപ്പുണ്ടെന്ന് There's a tall guy circling himself in the tree. He's the brother. അങ്ങനെ തന്നാന്ന് പറഞ്ഞു. He gave it. ഉടനെ പറഞ്ഞു ഇത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. Do you know that the minute you eat of it, you will die? ഉടനെ പറഞ്ഞു അയാൾ പറഞ്ഞു ഇത് തിന്ന ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. No, he said the minute you eat, you will be like God. ഇന്നും സകല കോസ്മെറ്റിക് ഐറ്റംസും കച്ചവടം ചെയ്യുന്നത് ഇത് തേച്ചാൽ അതുപോലെ ആകുമെന്ന് പറഞ്ഞാണ്. പ്രശ്നം. You know, today all the cosmetic items are being sold. With one thing, you will become something better. സ്ത്രീകളോട് അതുപോലാകും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും എന്ന് പിശാചിന് അന്നേ അറിയാം. All the advertisements, you say you will be like that, you will be like that, and they sell cosmetics. The Satan knew that. എന്നിട്ട് ഹവ്വ ഒന്നുപോലെ ആയില്ല, നഗ്നയായി. പ്രൈസ് ദി ലോർഡ്. What happened? Eve became nothing. She was stripped of the glory of God. നിങ്ങൾക്കൊന്നും തോന്നരുത്. Don't feel bad. ഈ പരസ്യത്തിനല്ല എന്തിനാ ഈ സ്ത്രീകളെ മാത്രം ഉപയോഗിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. I've always thought, why do they use women for publicity? ഈ പുരുഷന്മാരുടെ ശരീരവും നല്ലതല്ലേ കാണാൻ? Aren't the body of men also good?
പക്ഷെ സോപ്പ് തേച്ചാലും പേസ്റ്റ് തേച്ചാലും ഞങ്ങളെ കാണിക്കാതെ എന്താ ഞങ്ങൾ വല്ല് തേക്കുന്നവരല്ലേ, ഇവരെ മാത്രം എന്തിനാ കാണിക്കുന്നത്? But when you try to advertise, why do they use only women? Why not men? Is something wrong with us? ചതിക്കാൻ വേഗത സ്ത്രീയാണെന്ന് അവൻ അന്നേ കണ്ടുപിടിച്ചു. Satan knew even then it is easier to deceive women than men. അവളുടെ വാക്കിൽ പുരുഷൻ വീഴുമെന്ന് അവൻ അന്നേ മനസ്സിലാക്കി. Satan knew that man would fall in the word of ഈ Eve. ലോകത്തിൽ ഇന്ന് നടക്കുന്നതിന്റെ മുഴുവൻ അടിസ്ഥാനമായ പ്രശ്നങ്ങൾ ഉൽപ്പത്തിക്കകത്ത് കിടപ്പുണ്ട്. All the problems in the world today, go to the book of Genesis, you will see the root is there. ആദാം പറഞ്ഞു ഞാനിത് തിന്നത്തില്ല. Adam said, I will not eat it. ഞാൻ തിന്നത്തില്ല. I will not eat it. അവൾ ചോദിച്ചു തിന്നോ ഇല്ലയോ? She asked, will you eat or not? ഞാൻ ഒന്നുകൂടെ ചോദിക്കുള്ളൂ, One more time I'll ask you. ഇത് തിന്നാ മരിക്കുവോ? If you eat it, will you ഞാൻ die? തിന്നു. I already ate. ചേട്ടൻ തിന്ന്. Brother, you also eat. ഒന്നിച്ച് മരിക്കാം. Let us die ഈ together. ഒന്നിച്ച് തൂങ്ങിച്ചാകാനും മരിക്കാനും തുടങ്ങിയത് അന്ന് മുതലാ. That is the day they started to die together as family, suicide together as family. ആദാം സമ്മതിക്കാതെ വന്നപ്പോൾ When Adam said no, അവള് പറഞ്ഞു she said, എനിക്കറിയാം I know. നിങ്ങൾ തന്നെ തിന്നാത്തെന്ന്. I know why you're not eating. ഞാൻ ഇപ്പൊ മരിക്കുമല്ലോ, I will die now. അത് കഴിയുമ്പോ നിങ്ങക്ക് വേറെ പെണ്ണ് കിട്ടാൻ You will get another wife. ഈ That is why പ്രശ്നവും ഇപ്പോഴും ഉണ്ട്. this problem is there today also. ഇതെല്ലാത്തിന്റെ തുടക്കം അവിടെ കിടക്കുവാ. All this started there in the Garden of Eden. എന്തിനേറെ ആ കണ്ണുനീരിനകത്ത് ഈ മണ്ണാങ്കട്ട അലിഞ്ഞു പോയി. The soil died, melted in that tears. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആയ. That is how we became like this. ഇത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. This is a foundational problem. ഇതൊരു കഥയല്ല, This is not a story. ഇത് ഉൽപ്പത്തി കിടപ്പുണ്ട്. This is in the book of Genesis. ആര് മാറ്റാൻ ശ്രമിച്ചാലും മാറുകയില്ലത്. Oh, this will not change. Anybody tries to change it. Hallelujah. Hallelujah. മനുഷ്യന്റെ ബലഹീനത പിശാച് തിരിച്ചറിഞ്ഞിട്ട് അവനെ ചതിച്ച ചരിത്രം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാ. Satan knew the weakness of man and deceived him. It is written in the book of Genesis. ഇന്നും അവന്റെ പദ്ധതി അതാ. Even today he does that. നിന്റെ ബലഹീനത എന്താ? What is your weakness? ഇന്റർനെറ്റ് ആണോ? Is it the internet? മൊബൈലാണോ? Is it the mobile? വെബ്സൈറ്റുകളാണോ? Is it the website? സംസാരമാണോ? Is it talking? ശരിയാണോ? Is it your smile? എന്താ നിന്റെ ബലഹീനത? What is your weakness? അതറിഞ്ഞിട്ട് Satan knows അതിനകത്തൂടെ കയറി Through that, നിന്നെ തകർക്കാൻ Satan tries. അവൻ ഇന്നും പദ്ധതി ഇടുകയാ. He tries to destroy. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, Oh, the Holy Spirit യുവജനങ്ങളോട് says to the young ദൈവാത്മാ people, വിളിച്ചു പറയുന്നു, the Holy Spirit, സൂക്ഷിച്ചു കൊള്ളുക. be careful. അതേ പിശാച് Yes, Satan. നിന്റെ ബലഹീനത തകർക്കാൻ. Yes, Satan Oh. tries to take advantage of your weakness, children. Then you lift up your hands and say, yes, children, all of you. Hallelujah. All of you young people, Hallelujah. that message is for you. Hallelujah. Do not give into your weakness. Hallelujah. Hallelujah. Amen. Amen. അവൻ അന്വേഷിക്കുന്നത് നിന്റെ കൃപയല്ല അവൻ He is അന്വേഷിക്കുന്നത്. not looking for your grace, നിന്റെ കഴിവല്ല അവൻ not അന്വേഷിക്കുന്നത്. your ability. നിന്റെ ബലഹീനത എന്താ? What is your weakness? നിന്റെ ലൂപ്പ് ഹോൾസ്, അവന് കയറാനുള്ള വഴി അവൻ What are the അന്വേഷിക്കുന്നു. loopholes he can get into your life? ഞാൻ അവിടുന്ന് മുമ്പോട്ട് വരട്ടെ. I'm going to go forward. Amen. Amen. അവൻ വിജയിച്ച് നിൽക്കുകയായിരുന്നു. He was standing victorious. അവൻ വിജയിച്ച് He നിൽക്കുമ്പോൾ was standing victorious. എന്റെ യഹോവയായ ദൈവം വന്നു. The Lord God Jehovah came. തോട്ടത്തിനകത്ത് വന്നു. He came into the garden. ലോക ചരിത്രത്തിൽ ആദ്യമായി The first time in the history of man, ഭയം എന്ന വികാരം മനുഷ്യൻ ഉണ്ടായത് ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോഴാ. the fear or emotion of fear came into man hearing the steps of God. പാപം ചെയ്തവനാണ് ഭയമുണ്ടായത്. The one who sinned had fear. എന്താണ് ഭയം? What is fear? എന്താണ് ഭയം? What is fear? സംഭവിക്കാൻ പോകുന്നെന്ന്, That something is going to happen. സംഭവിച്ചിട്ടില്ലാത്തത് Whatever has not happened, സംഭവിക്കുമെന്നും that it may happen. അതെനിക്ക് ദോഷമാകുമെന്നും It is going to become a problem for me. നീ മനസ്സിൽ ഭാവന ചെയ്തിട്ട് What you imagine in your heart. നീ സ്വയം തകരുന്ന വികാരമാണ് ഭയം. Fear is you anticipating something നിനക്ക് that will not happen, destroying yourself. നിനക്ക് രോഗമില്ല, You have no disease. പക്ഷെ ദേഹത്ത് ഇങ്ങനെ തൊട്ടു നോക്കിയപ്പം But when you touched your body, തടിച്ചിരിക്കുന്നു. there's something strong there. കൊതുക് കടിച്ചതാണ്, It is a mosquito. ഈച്ച കടിച്ചതാണ്. It can be something else. പക്ഷെ തടിച്ചിരുന്ന But if it is strong, അത് വേറെ ഏതാണ്ടാണെന്ന് ആരാണ്ട് പറഞ്ഞു. somebody said it can be something else. സംഭവിക്കാത്ത ഒന്ന് Something that has not happened. സംഭവിക്കുമെന്ന് വിചാരിച്ച്, That something will happen. തനിക്കെന്തോ ഉണ്ടാകുമെന്ന് വിചാരിച്ച്, That something will happen. തനിക്കുണ്ടാകുന്ന വികാരത്തിന്റെ പേരാണ് ഭയം. That is fear. Nothing is wrong. ഇന്ന് പകൽ അത് മാറിപ്പോകണം ഇതിനകത്ത്. Today, that fear must go from the people of God now. രക്ഷിക്കപ്പെട്ടവർക്ക് ഭയമില്ല. Those who are born again, you have no fear. നീ തോറ്റതല്ല, You are not നീ defeated. ജയിച്ച വ്യക്തിയാ. You are a person who's victorious. Amen. Amen. യേശു അകത്തുള്ളവർ കൈയുയർത്തി പിടിച്ചാണ്. Those who have Jesus inside you, Yes. lift up your hands. യേശു അകത്തുള്ളവര് Only those who have Jesus inside. ഇതെന്നാ കയ്യാ? Lift up your hands.
അരക്കയ്യോ Some people are like this. പോളിയോ ബാധിക്കാതെ നല്ല പോലെ കൈ ഉയർത്തി പിടിച്ചാട്ടെ. നല്ല പോലെ കൈ Those who have a strong hand, നല്ല പോലെ കൈ ഉയർത്തി show Jesus is in your hand. അമേൻ. Amen. അത് വേണം, നമ്മൾ കൈ താത്തിട്ടോ. Yes, you can put your hand down. അപ്പൊ നമ്മുടെ അകത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്. We have a medical college inside us. ഡോക്ടർ അകത്തുണ്ട്. The doctor is inside us. ഡോക്ടർ അകത്തുണ്ട്. The doctor is inside us. ഡോക്ടർ അകത്തുണ്ട്. Doctor is inside. ഓ ഡോക്ടർ അകത്തുണ്ട്. Doctor is inside. ആമേൻ. Amen. സകല രോഗത്തിന്റെ വൈദ്യൻ. He is a healer of all ഒന്ന് disease. പറഞ്ഞാട്ടെ. Say that. യേശു അകത്തുണ്ട്. Jesus is യേശു inside. അകത്തുണ്ട്. Jesus is inside. വിടുതൽ എന്റെ അകത്തുണ്ട്. He is inside. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise God. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറ, സകല രോഗത്തിന്റെ വൈദ്യൻ എന്റെ അകത്തുണ്ട്. Tell to somebody next to you. സകല രോഗത്തിന്റെ വൈദ്യൻ എന്റെ അകത്തുണ്ട്. The healer is സകല in my heart. ഓൾ മെഡിസിൻ എന്റെ അകത്തുണ്ട്. പറഞ്ഞോ All പറഞ്ഞോ. medicine is in me. ആമേൻ. ഡോക്ടർ എന്റെ Hallelujah. അകത്തുണ്ട്. The doctor is inside സന്തോഷത്തോടെ me. പറഞ്ഞാട്ടെ. Say that. Doctor is inside അത് you. പറയുമ്പോ തന്നെ ഒരു വിടുതൽ നടക്കുന്നുണ്ട്. When you say that itself, there is a release. Hallelujah. Hallelujah. അത് പറയുമ്പോ തന്നെ ഒരു വിടുതൽ നടക്കുന്നുണ്ട് നമ്മുടെ അകത്ത്. ആമേൻ. Hallelujah. ഓ Hallelujah. ശബലബസ്യാദ. ഹബ്ശമനാരിയ. Hallelujah. ആമേൻ. Man. ആർ യു ഹാപ്പി? ഹല്ലേലൂയ. Hallelujah. ആമേൻ. Hallelujah. സ്തോത്രം. Hallelujah. സ്തോത്രം. Hallelujah. Praise the കർത്താവ് Lord. പറഞ്ഞു, The Lord said, സ്ത്രീയുടെ സന്തതി the seed of woman സാത്താന്റെ തലയെ തകർക്കും. will destroy the bruise Satan. ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു സംഭവം പിശാചിന്റെ ഗോഡൌണിനകത്ത് നടക്കുകയാണ്. Something that has never happened in history is now happening. ലൂസിഫർ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, In the godown of Lucifer, he called everybody. ഇനി നമുക്ക് ഇങ്ങനെ ഇരുന്നാൻ പറ്റുകയില്ല, We cannot be like this. നമ്മുടെ തല തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. Oh, the word has already gone. Our head will be destroyed. അതുകൊണ്ട് ആ വാക്യം എല്ലാവരും കാണാതെ പഠിച്ചോണം. Praise the Lord. Everybody learned that verse. by heart. നമ്മളെക്കാൾ നല്ലപോലെ ബൈബിൾ അറിയാവുന്ന പിശാചിനാ. Praise the Satan Lord. knows the Bible better than us. ആ വാക്യം അവൻ എപ്പോ വിളിച്ചാലും അവൻ അറിയാം. Whenever he used the word, he knows. അവന്റെ തല തകരുന്ന വാക്യമാണ്. Because it's a word that destroys his head. അന്ന് മുതൽ From that day. സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കുമെന്ന് അവൻ അറിഞ്ഞതു മുതൽ From the day he knew he was going to be destroyed. സകല വിശുദ്ധന്മാർക്കും സന്തതി ജനിക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. He tried desperately not to give offsprings to saints. അവൻ അബ്രഹാമിന്റെ കുടുംബത്തെ തൊട്ടു. He touched the family of Abraham. നോഹയുടെ കുടുംബത്തെ He തൊട്ടു. touched the family of Noah. ഇസഹാക്കിന്റെ കുടുംബത്തെ He തൊട്ടു. touched the family of Isaac. യാക്കോബിന്റെ ഭാര്യ റാഹേലിനെ തൊട്ടു. He touched Rachel, wife of Jacob. എവിടെയെല്ലാം വിശുദ്ധന്മാരുടെ കുടുംബത്തിൽ കൊണ്ടോ അവിടെയൊക്കെ തൊടാൻ തുടങ്ങി. Wherever the saints had children, he began to touch them. അവന്റെ ഭയം സ്ത്രീയുടെ സന്തതിയായിട്ട് ഏതെങ്കിലും വിശുദ്ധ ജനിച്ചാൽ തന്റെ തല പോകുമോ എന്നുള്ള He was പേടിയാ. scared that the child will be born from some saintly woman. ഹല്ലേലൂയ. Hallelujah. ആ ചരിത്രമെല്ലാം ഞാൻ വിടുകയാ. I'm leaving all that history. ഞാൻ മുമ്പോട്ട് വരികയാ. I'm going to go forward. അങ്ങനെ വന്നപ്പോൾ യെശയ്യാവ് പറഞ്ഞു, Then Isaiah said, കന്യക ഗർഭം ധരിക്കും. a virgin shall conceive. അവന് മനസ്സിലായി മൊത്തം അബദ്ധമായി പോയി. He made a mistake. All these things. കല്യാണം കഴിച്ച സ്ത്രീകളുടെ പുറകിന് നടന്ന മടുത്തു. He ran after married woman. Now he's fed up. അന്നേരമാണ് കർത്താവ് പറയുന്ന കന്യക ഗർഭം ധരിക്കും. And the Lord is saying, the virgin shall conceive. പിശാചിന്റെ ബേസ്മെന്റിനകത്ത് അടിയന്തര യോഗം കൂടി. Again, Lucifer had a committee meeting. ഓ ഭയങ്കര മീറ്റിംഗ് കൂടി. Big meeting. അവൻ പറഞ്ഞു അബദ്ധമായി പോയി. He said, what a പൈസ mistake. മൊത്തം ചെലവഴിച്ചു. All the money is gone. പിള്ളേരെയൊക്കെ കരാട്ട പഠിപ്പിച്ച മോശമായി പോയി. I told all the demons to learn karate. It was a mistake. എല്ലാം മോശമായി പോയി. It all went away. നമ്മൾ ഇവരെല്ലാം പുറകെ നടന്ന് We മോശമായി ran പോയി. after all these people. ഇനി കന്യകമാരെ സൂക്ഷിച്ചോണം. Now take care of virgin. വേദപുസ്തകത്തിനകത്ത് ആമേൻ അങ്ങോട്ട് നോക്കണം കന്യകമാർക്കെതിരായിട്ട്. Now then he started, he unleashed an attack against virgins. ഇസ്രായേലിലെ കന്യകമാരെ മുഴുവൻ പാപത്തിനിരയാക്കാൻ ശ്രമിക്കുക. He began to bring all the virgins of Israel under sin. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, One thing I'll tell you. പിശാചിനെ പേടിക്കരുത്. Don't be scared of Satan. ആമേൻ. Amen. പിശാചിനെ പേടിയില്ലാത്തവരാണ് നമ്മളെല്ലാവരും അല്ലേ? We are all not scared of Satan. പേടിയുണ്ടോ? Are you scared? പേടിയില്ലെന്ന് പറഞ്ഞ് കൈ ഉയർത്തി പിടിച്ചു. Those who say you're not scared of Satan, lift your hand. പിശാചിനെ പേടിയില്ല. Not scared of Satan. ചിലർ പറയുന്നു ഞാൻ കൈ ശകലയെ പൊക്കിയിട്ടുള്ളൂ. പിശാചെ നീ ശ്രദ്ധിച്ചോണം, നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്, ഞാൻ അഡ്ജസ്റ്റ്മെന്റിലാണ് പൊക്കിയിരിക്കുന്നത്, എനിക്കിപ്പോൾ പൊക്കാതിരിക്കാൻ നിവൃത്തിയില്ല, എങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പൊക്കിയിട്ടില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഉപദ്രവിക്കല്ല കേട്ടോ. Some of you are telling Satan, I only put half my hand up, Satan. There is no problem between us. I have to lift my hand, but in my heart, my hand is not lifted up. Some of you Amen. say, Amen. സമ്മതിച്ചല്ലോ. Are you agreed? ഇന്ന് നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോൾ Go നിങ്ങളുടെ കതകന്റെ വെളിയിൽ outside your door. 2-3 ചെമ്പരത്തി പൂ, You see 3 or 4 a flower, 3-4 കോഴിമുട്ടയുടെ തോടും, some egg, ഇച്ചിരി തലമുടി, some hair. എല്ലാം കൂടി ഇങ്ങനെ കിടക്കുക. All this is lying there. നമ്മൾ We'll say, തുട്ടപ്പിശാച്, oh you devil. ഞായറാഴ്ചയാണോടാ കളിക്കാൻ കണ്ട സമയം? Are you playing with me on Sunday? വീട്ടിലില്ലാത്ത നേരം നോക്കി കതകിന്റെ വെളിയിൽ വന്നിരി കിടക്കുന്നത് കണ്ടോ? You have come outside my door. യേശുവിന്റെ രക്തം, glory, praise God, Jesus, hallelujah. We will say, by the blood of the Lamb.
കാരണം ഇതേ ചവിട്ടിയാൽ ഇതിനകത്തൂടെ കയറും. Because we are scared. If you stamp on it, Satan will get into you. ആമേൻ. Amen. ആമേൻ. Amen. പിശാചിനെ നീ ഭയപ്പെടരുത്. Don't be scared of Satan. അവൻ തോറ്റവനാ. He is a defeated അവൻ foe. നിന്നെ ഒന്നും ചെയ്യത്തില്ല. He won't do anything to you. ഞാൻ പിശാചിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. I'll tell you something about Satan. ഫ്രം ബൈബിൾ. വേദപുസ്തകത്തിൽ ഈ യേശു ക്രിസ്തുവിനെ Jesus Christ, ഇവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. he is expecting Jesus ആളാണ്. because he destroys the head. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് എവിടെല്ലാം പ്രവചനം ഉണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കും. Wherever there is a prophecy about Jesus, he will go. യേശു ക്രിസ്തുവിന്റെ പ്രഥമ പ്രത്യക്ഷത, ദ്വിതീയ പ്രത്യക്ഷത, മഹത്വ പ്രത്യക്ഷത എന്ന 3 പ്രത്യക്ഷതകളെ കുറിച്ച് 1218 പ്രവചനങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട്. 1218 prophecies are there about the 3 manifestations of Jesus. യേശു ക്രിസ്തുവിന്റെ പ്രഥമ പ്രത്യക്ഷതയായ ബേത്ലഹേമിലെ യേശുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് മാത്രം പഴയ നിയമത്തിൽ 100 കണക്കിന് പ്രവചനങ്ങളുണ്ട്. Even about the first coming of Jesus Christ in Bethlehem is mentioned more than 100 times in the Old Covenant. അത് എല്ലാം വായിക്കാൻ സമയമില്ല. ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ റെഫറൻസ് മാത്രം ഞാൻ പറഞ്ഞു പോകാം. I'll quickly give you some references. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി. For example, Genesis 3:15, woman's descendant. ഉൽപ്പത്തി 49:10 യഹൂദയിൽ നിന്ന് ചെങ്കോൽ നീങ്ങിപ്പോകത്തില്ല. Genesis 49:10, the scepter shall not depart Judah. മീക 5:2 ബേത്ലഹേം എഫ്രാത്ത് യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിന്റെ അധിപതി നിന്നിൽ നിന്ന് വരും. Micah 2:5, the ruler shall come from you, O Bethlehem. യെശയ്യാവ് 7:14 കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. Isaiah 7:14, the woman shall virgin shall conceive and give a son. യെശയ്യാ 9:6 അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്, അങ്ങനെ കിടക്കുന്ന ഒരു പ്രവചനം. Isaiah 9:6, all the things about Jesus. യെശയ്യാവ് 11:1 ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും. Isaiah 11, from the stalk of Jesse a new branch shall യെശയ്യാവ് come. 32:1 ഒരു രാജാവ് നീതിയോടെ വാഴും. Isaiah 32:1, a king shall reign in righteousness. അങ്ങനെ 100 കണക്കിന് പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിന്റെ പ്രഥമ പ്രത്യക്ഷതയെ അനുബന്ധമായ വാക്യങ്ങളുണ്ട്. So many things about the first coming of Jesus in the Old Covenant. ഇതെല്ലാം പിശാച് നല്ലപോലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. Satan knows all these things. അതിൽ ഒരെണ്ണം അവനെ വളരെ അവൻ ഇഷ്ടപ്പെട്ട ഒരെണ്ണമായിരുന്നു. He likes one very much. അത് മീക 5:2 It is in Micah 2:5, യേശു എവിടെ ജനിക്കുമെന്ന് where Jesus will be born. ജനിക്കുന്നതിന് Even before he was born. ഏകദേശം 560 കൊല്ലം മുമ്പ് ദൈവം പറഞ്ഞു. God said 560 years before Jesus was born where he was going to be born. ബേത്ലഹേമിലെ എഫ്രാത്തിൽ ജനിക്കും. Ephrathah of Bethlehem. നീ ചെറുതാണെങ്കിലും Even if you are small, ഇസ്രായേലിന്റെ അധിപതി അവിടെ ജനിക്കും. the king of Israel shall be born there. അതെന്തിനാ എഴുതിയത്? Why was it written? നമ്മൾ പഠിക്കാനാണ്, For us to learn. പിന്നെ പിശാച് ഒന്ന് അറിയാനും കൂടാണ്. Satan also. എന്താ വാക്യത്തിന്റെ അർത്ഥം? What does it mean? ലൂസിഫറേ, Hey Lucifer. 560 കൊല്ലം മുമ്പ് നിനക്ക് ഞാൻ ഇതാ ഇൻഫർമേഷൻ തരുന്നു, യേശു ബേത്ലഹേമിൽ ജനിക്കും. നീ മിടുക്കനാണ്, ഒരു പഞ്ചായത്തിൽ മാറ്റം. Satan, I'm going to tell you 560 years ahead that my son is going to be born. If you can do something, do it. നീ മിടുക്കനാണെങ്കിൽ, If you are smart, ഈ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. I have written that my son will be born in Bethlehem. ഒരു പഞ്ചായത്തിൽ മാറ്റാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് മാറ്റി കാണിക്കും. See if we can remove at least a small county. 560 കൊല്ലം കൊടുത്തിട്ട് 560 years Satan was ഒരു given time. പഞ്ചായത്ത് പോയിട്ട് ഒരു വാർഡ് അവൻ മാറ്റിയില്ല. He could not even change a small precinct of that place. നിങ്ങൾ ഓർക്കണം, ആ പിശാചിനെയാണ് നമ്മൾ രാത്രിയും പകലും പേടിക്കുന്നത്. It is that Satan many of you are scared morning and evening. അടുത്ത ചോദ്യം, Next question. 560 കൊല്ലം 560 അവൻ years ശ്രമിച്ചിട്ട് he tried. ഒരു ചുക്ക് നടക്കാത്ത ആ പിശാച് Nothing happened. നമ്മുടെ 70-80 കൊല്ലത്തെ ആയുസിൽ എന്തോ കാണിക്കുമെന്നാ പറയുന്നത്. What can he do in our 70 or 80 years? 560 കൊല്ലം നമ്മൾ ജീവിച്ചിരുന്നാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അവന്. 560 years even if we live. സന്തോഷമുള്ള Satan can do ദൈവത്തെ ഒന്ന് nothing. സ്തുതിച്ചാട്ടെ. Praise the Lord. Praise the Lord. അവൻ തോറ്റവനാ, He is a defeated അവൻ one. ബുദ്ധിയില്ലാത്തവനാ. He is no intelligence for അവന്റെ him. കയ്യിലുള്ളത് തന്ത്രങ്ങൾ മാത്രമാണ്. He only has tactics. Amen. Amen. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പിശാചിന്റെ ബുദ്ധിയല്ല തന്ത്രങ്ങളെ. That is what Jesus said, be careful of the tactics of Satan. അടുത്തത് അവന്റെ കയ്യിലുള്ളത് കൗശലങ്ങളാ. Next, he has all this പാമ്പ് crooked ideas. സകലതിനേക്കാൾ കൗശലമേറിയതായിരുന്നു. The snake was more crafty than all the other beasts. പക്ഷെ നമുക്ക് തന്ത്രമല്ല, We don't have tactics. നമുക്ക് കൗശലമല്ല, We don't have. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. We are people who ask for God. Amen. Amen. പിശാചിന് കൗശലവും തന്ത്രവും ബുദ്ധി നമുക്കുവാ. പിശാചിന് കൗശലവും തന്ത്രവും ബുദ്ധി നമുക്കും. Satan has tactics. We have intelligence. ഹല്ലേലൂയ. Hallelujah. സന്തോഷമുണ്ടോ? Are you happy? സന്തോഷമുണ്ടോ? Are you happy? നിങ്ങൾ ശ്രദ്ധിക്കണം. Listen. അവന്റെ പദ്ധതി മുഴുവൻ All his plans. പൊളിഞ്ഞു പോകുന്നെന്ന് മനസ്സിലായപ്പോൾ When he realized it was going to break,
അവൻ വീണ്ടും പത്ത് തയ്യാറാക്കി. Again he began another plan. യേശു ക്രിസ്തുവിന് ജനിക്കാൻ ഒരു ഉദരം കൊടുക്കാതിരിക്കുവാൻ So that Jesus may not receive a body, അവൻ ഒരു കാര്യം തീരുമാനിച്ചു. he decided something. കന്യക ഗർഭം ധരിക്കത്തില്ല. Oh, the virgin shall not conceive. അങ്ങനെ ധരിക്കുന്ന ഒരു നിയമം ഇവിടെ സൊസൈറ്റിയിലില്ല. There is no society like that. There's no law like that. In this. അങ്ങനെ ആർക്കെങ്കിലും ജനിച്ചാൽ If anybody is born like that, അവളെ വെറുതെ വിടുകയില്ല. she shall not be let go. അവൻ തീരുമാനിച്ചു. He decided, അപവാദം പറയും, I will speak bad അവളെ about നാണം her. കെടുത്തും, I will slander her. ഒടുക്കം അവൾ ആത്മഹത്യ ചെയ്യും. Finally, she will commit എല്ലാ suicide. പത്തേവൻ തയ്യാറാക്കി. Oh, he planned everything. അപ്പോഴാണ് അവൻ അറിഞ്ഞത്, Then he came to know മറിയ എന്ന് പറഞ്ഞൊരു പെണ്ണ് a lady called കല്യാണം Mary, കഴിച്ചതല്ല, not yet married, നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. only betrothed. ആമേൻ. അവളുടെ അടുക്ക ദൂതൻ വന്നു. The angel came to her. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അവൾ ഗർഭിണിയായി. She became pregnant. അവൾ പറഞ്ഞു, She said, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, here I am a servant of the Lord. നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. Let it happen to me according to your will. ദൂതൻ അടുത്തു വന്നു, The angel came near. ദൂത അകത്തു വന്നു, The word came inside. യേശു അകത്തു വന്നു, Jesus came inside. മറിയ പുറത്തു വന്നു. Mary came out. യേശു അകത്തു വന്നാൽ Jesus came out. നീ പുറത്തു വരണം. You will have to come out. യേശു അകത്തു വന്നിട്ടും Jesus has come നീ inside. ഇപ്പോഴും ആ പാരമ്പര്യത്തിന് അകത്ത് തന്നെ നിൽക്കരുത്. You should not be in that tradition. യേശു അകത്തു വന്നാൽ If Jesus comes നീ inside, പുറത്തു വന്നിരിക്കണം. you must come out. യേശു അകത്തു വന്നാൽ Jesus comes നീ inside പുറത്തു you. വന്നിരിക്കണം. You should come out. നീ പുറത്തു വന്നാൽ If you come out, അതിന്റെ അർത്ഥം യേശു അകത്തു വന്ന. that means Jesus has come യേശു inside. അകത്തു വന്നതിന്റെ തെളിവെന്താ? What is the plan of God? നീ ഞായറാഴ്ച പുറത്തു വന്നെന്ന്. That you have come out on Sunday. ചിലര് ഞായറാഴ്ച രാവിലെ പുറത്തു വരും, വൈകിട്ട് അകത്ത് കയറും. Some people come Oh. out on Sunday morning. They go inside on Sunday evening. ഹല്ലേലൂയ. Hallelujah. ഒരിക്കൽ പുറത്തു വന്നാൽ Once you come out, പിന്നെ പുറത്തു വന്ന then it is out. ദേവാലയത്തിൽ നാൾക്ക് സിനഗോഗിൽ നാൾ വന്നു. The people came from the synagogue. വീട്ടിൽ വന്നു. They came home. മറിയയുടെ അപ്പനോട് പറഞ്ഞു. They told Mary's father. എല്ലാവരും ഇരുന്നു. Everybody is sitting. മറിയയുടെ അപ്പനാണോ ചോദിച്ചു. Are you Mary's father? അതെ, ഞാൻ പള്ളിയിലെ പ്രസിഡന്റാണ്. I'm the president of the church. ഇത് സെക്രട്ടറിയാണ്. Secretary. ഇത് ഖജാൻജി. This is a treasurer. ഇത് കൊയർ ലീഡർ. Choir leader. എന്താ എല്ലാവരും കൂടെ ഇറങ്ങി? And why are you all here? യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be blessed. ഇപ്പോഴും എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let it be like that every time. മറിയ ഒന്ന് കാണാമെന്ന. I came to see Mary. അവൾ ഈയിടെയായിട്ട് പള്ളിയിലും പാടാനും ഒന്നും I വരുന്നില്ല. don't see her in the church, in the choir. മറിയയുടെ അപ്പം പറഞ്ഞു, Mary's father said, അവള് ദൂതനെ കണ്ടെന്നോ, she saw the angel. യേശു ജനിച്ചെന്നോ, Oh, Jesus is born. അവള് പല്ലേലുയ പറയുന്നെന്നോ ഒക്കെ She's always saying hallelujah. അവൾ അകത്തങ്ങാണ്ടുണ്ട്. അവളെ തന്നെ വിളിച്ച് ചോദിക്കാൻ She's somewhere inside. Call her and speak to her. മറിയ മോളെ നിന്നെ കാണാൻ കമ്മിറ്റിക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. Mary, the committee members have come to see you. അവൾ വെളി വന്നു. She came out. യഹോവയുടെ നാമം May വാഴ്ത്തപ്പെടുമാറാകട്ടെ. the name of the Lord be ഇപ്പോഴും blessed. എപ്പോഴും Let it വാഴ്ത്തപ്പെടുമാറാകട്ടെ. be so always. മോളെ നിന്നെ അങ്ങോട്ട് കാണാനില്ലല്ലോ. Mola, you're not seen there. അവള് പറഞ്ഞു കാണാനില്ലെന്നല്ല, ഇനി കാണുകയല്ല. പ്രശ്നം You are not going to see me anymore. Sorry. അതെന്താ കാരണം? Why? കാണണ്ടവനെ കണ്ടു. I have seen the one. Oh, I കാണണ്ടവനെ have seen. കണ്ടാ പിന്നെ അങ്ങോട്ട് കാണുകയല്ലെന്ന്. Hallelujah. I have seen the one Hallelujah. who I should see. ഹല്ലേലൂയ. Hallelujah. എന്നാന്ന് ചോദിച്ചു. What? ദൂതം വന്നെന്ന് പറഞ്ഞു. The angel came. അത്യുന്നതന്റെ ശക്തി വന്നു. The power of the Almighty is on me. പരിശുദ്ധാത്മാവ് നിഴലിട്ടു. Holy Spirit is on me. അതുകൊണ്ട് Therefore, ഞാൻ ഇനി അങ്ങോട്ടില്ല. I am not coming ഞാൻ there. യേശുവിനെ ചുമക്കുന്നവളാണ്. I am carrying Jesus. ഉടനെ സെക്രട്ടറി പറഞ്ഞു, Secretary said, പ്രസിഡന്റ് പറഞ്ഞു, told the president, ഇവളുടെ പേര് രജിസ്റ്റർ ചെയ്ത് വിട്ടേക്കാം. cut her name from the register. ഉടനെ മറിയുടെ അപ്പം പറഞ്ഞു, Mary's father said, വെട്ടുവാണോ ചോദിച്ചു. are you cutting? കുടുംബമായിട്ട് വെട്ടിയേക്കാൻ പറഞ്ഞു. Do it as a ഏതായാലും family. വെട്ടുമല്ലോ. We also are not coming. ഹല്ലേലൂയ. Hallelujah. വളരെ സന്തോഷം. Very happy. കമ്മിറ്റിക്കാർ പറഞ്ഞു, Committee said, ഇവിടെ ഇരുന്ന് സമയം കളയണ്ട, don't waste your നമുക്ക് time. ജോസഫിന്റെ വീട്ടിലോട്ട് പോവാം. Let's go to Joseph's ഇവിടെ house. കല്യാണം നിശ്ചയം നടത്തിയ നമ്മളാണെങ്കിൽ If we have betrothed her, ജോസഫിനെ കൊണ്ട് ഇവിടെ കഴുത്തെ താലി കെട്ടിക്കുകയല്ല. we will make sure Joseph will disown her. ജോസഫിന്റെ വീട്ടിലോട്ട് ചെന്നു. So they went to Joseph's ജോസഫ് house. പറഞ്ഞ് ഇരുന്നാട്ടെ. Joseph said, sit down. സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും കോർ ലീഡറുമാണ്. The choir leader, committee, everybody is there. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Oh, may the name of the Lord be ഇപ്പോഴും blessed. എപ്പോഴും May it വാഴ്ത്തപ്പെടുമാറാകട്ടെ. be so. മോനെ നീ വിവരം അറിഞ്ഞോ? Joseph, did you നിനക്ക് know? കല്യാണം നിശ്ചയം ചെയ്ത പെണ്ണില്ലേ You know മറിയ, Mary, your wife? അവള് ഗർഭിണിയാണെന്ന്. She's carrying. നീ കെട്ടരുത്. Don't marry her. ജോസഫ് പറഞ്ഞു, Joseph said, ലോകം ഇളകി മറിഞ്ഞാലും, even if the whole world 7 changes, സമുദ്രം പറ്റിയാലും, even if the 7 ആകാശം oceans ഇടിഞ്ഞു change, വീണാലും, even if the പർവ്വതങ്ങൾ കുലുങ്ങിയാലും, even if the things change, ഞാൻ മറിയെ കേട്ടു. I will marry only Mary. അതെന്നാന്ന് ചോദിച്ചു. Why? ആ ദൂതൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ദൂതന്റെ ഒരു കാര്യം, ആ ദൂതൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. That angel came to Hallelujah. my house. I will marry only Mary. ആ ദൂതൻ ഇവിടെ That വന്നിട്ടുണ്ടായിരുന്നു. angel came here also. അവര് പറഞ്ഞു എഴുതാക്കാൻ പറഞ്ഞു. They said, get up. എവരോടൊന്നും സംസാരിച്ച കാര്യമില്ല. No point in talking നമുക്ക് to them. പുരോഹിതനോട് പോയി പറയാം. Let us go to the priest. സക്കറിയാവിനോട് പോയി പറയാം. Let's talk to Zechariah. സക്കറിയാവിനെ അങ്ങോട്ട് ചെന്നു. They go to Zechariah. യഹോവയുടെ നാമം May the വാഴ്ത്തപ്പെടുമാറാകട്ടെ. name of the Lord be പുള്ളി blessed. പറഞ്ഞു മിണ്ടാൻ മേലാതിരിക്കുക.
Zechariah can't talk. മിണ്ടാൻ മേലാതിരിക്കുക. He can't talk. പിന്നെ മിണ്ടാൻ പറ്റുന്നത് എലിസബത്തേ ഉള്ളൂ. Only Elizabeth can talk. എലിസബത്തിനോട് പറഞ്ഞു. They asked Elizabeth, വിവരമൊക്കെ അറിഞ്ഞോ? you heard everything? എല്ലാം അറിഞ്ഞു. We came to know everything. ഉടനെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുക. It's a problem like this. എലിസബത്ത് പറഞ്ഞു. Elizabeth said, ആ ദൂതൻ ഇവിടെ that വന്നിട്ടുണ്ടായിരുന്നു. angel came here also. എനിക്കും അതുപോലെ ഒരു പ്രശ്നം I ഉണ്ടായിരിക്കുക. also have. I am also. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൂതൻ ഫിലദൽഫിയ മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. Hallelujah. സകല വീടുകളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. Hallelujah. സകല വീടുകളും സന്ദർശിച്ചുകൊണ്ടിരിക്കുക. Hallelujah. ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. Yes. ദൈവപ്രവൃത്തി വെളിപ്പെടുക. Yes. പിശാച് തോറ്റുപോയി. Satan is defeated. തോറ്റുപോയി. Satan is defeated. He is saying prophetically, the angel is going to every home in Philadelphia, ആമേൻ. in all over Pennsylvania, ഹല്ലേലൂയ. in all the states of ഹല്ലേലൂയ. America. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ For the works of God to be manifest, ദൈവം തീരുമാനിച്ചാൽ if God has decided, ആർക്ക് തടയാൻ പറ്റും? who can stop it? ആർക്ക് തടയാൻ പറ്റും? Who can stop it? ഒരു സംഘടന വിചാരിച്ചാൽ നടക്കില്ല. A community cannot ഒരു stop. നേതാവ് വിചാരിച്ചാൽ നടക്കില്ല. A leader cannot stop. ഒറ്റ വാക്ക് ഞാൻ കടത്തി പറയുക. I'm telling you one thing. ദൈവം തുടങ്ങിയാൽ If God starts, ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും തടയാൻ പറ്റില്ല. when Oh! God starts, Yes. even the government cannot stop. ദൈവം തുടങ്ങിയാൽ If God starts, ദൈവം തുടങ്ങിയാൽ God starts. നമ്മുടെ സഭയെ അനുഗ്രഹിക്കാൻ Our church to be ദൈവം blessed. തീരുമാനിച്ചു കഴിഞ്ഞു. God has already blessed. വീടുകൾ തോറും ദൂതൻ കയറുക. The angels are going from house to വീടുകൾ house. തോറും ദൂതൻ കയറാൻ The തുടങ്ങി. angels are going from house to ദൂതൻ house. കയറാൻ തുടങ്ങി. The angel has ദൂതൻ come. കയറാൻ തുടങ്ങി. The angel has come. വിശ്വസിച്ചോ? Believe. ദൂതൻ കയറാൻ തുടങ്ങി. Believe. ഓ! The angel has ഹൗഷമന come. സ്യാദകര ബബവ സന്തല അച്ചമന റംധന ബബ വിശ്വസിക്കുക വിശ്വസിക്കുക Believe, വിശ്വസിക്കുക believe, വിശ്വസിക്കുക believe. വിശ്വസിക്കുക വിശ്വസിക്കുക വിശ്വസിക്കുക. Fire. Jesus. We receive it. ആമേൻ. The prophetic word is, ആമേൻ. God has already done it. ആമേൻ. If God opens a door, who Hallelujah. can stop it? In Hallelujah. Philadelphia, the revival has Hallelujah. begun. That's what he's saying. Praise the ആമേൻ. Lord. Praise the Lord. People will flock into the Praise the church. Lord. Praise the Lord. ഇതിനിടയ്ക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. Some problems. അപവാദം നടന്നു. Oh, slander. നിന്ദയുണ്ടായി. There is a insult. ഒരു കാര്യം ഞാൻ പറയാം. Let me tell you one thing. യേശുവിനെ ചുമക്കുന്നവർക്ക് അപവാദമില്ലെങ്കിൽ അതെന്ത് ശുശ്രൂഷയാ? If you carry Jesus and you have no insult, it is not a real ministry. ഒരു കാര്യം നിങ്ങൾ അറിയണം. You should know one thing. യേശുവിനെ ചുമക്കാൻ തീരുമാനിച്ചോ? Have you decided to take Jesus? അപവാദം ഉണ്ട്. There will be slander. നിന്ദയുണ്ട്. There will be insult. പക്ഷേ നിന്ദയുണ്ടെങ്കിലും Even if there is insult. അപവാദം ഉണ്ടെങ്കിലും If there is slander. യേശു ജനിച്ചില്ലേ? Let Jesus യേശു in your heart. വളർന്നില്ലേ? Jesus is ശുശ്രൂഷ there. വെളിപ്പെട്ടില്ലേ? Oh, will the ministry come out? Glory. അവിടെ Glory. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. No point in praying. ഈ വയറ്റിനകത്ത് യേശുവിനെ ഇട്ടുകൊണ്ട് നിന്ന മാറ്റണേ ഇതുവല്ല മാറുന്ന കാര്യമാണോ? With Jesus inside your stomach, go around and praying. Remove the insult. Remove the insult. No ഒന്നാം point. ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പരീക്ഷ എഴുതി. First standard student wrote an exam. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചു. What is the capital of India? കൊച്ചെഴുതി വെച്ചു ബോംബെ എന്ന്. The child wrote Bombay. വീട്ടിൽ വന്നിട്ട് Came back home. അമ്മ ചോദിച്ചു, The mother asked, മക്കളെല്ലാം എഴുതിയോ? did you write? ഇന്ത്യയുടെ തലസ്ഥാനം വന്നായിരുന്നു. What is the capital of ചോദിച്ചു India? മമ്മി എന്തോ എഴുതിയേ? Yes, mummy. ബോംബെ എന്ന് എഴുതി. I wrote Bombay. അയ്യോ Oh, my child. ഡൽഹി ആയിരുന്നല്ലോടാ. It was Delhi. ആമേൻ. Man. കൊച്ചു പോയി പാവിരിച്ചു. So he went and he started praying. മുട്ടയിൽ നിന്നു. He was on his knees. ദൈവമേ, Lord, എന്റെ പേപ്പർ നോക്കുമ്പോൾ when my paper is being ഇന്ത്യയുടെ seen, തലസ്ഥാനം മാറണേ. Praise the Lord. may the capital of India change. ഇന്ത്യയുടെ തലസ്ഥാനം മാറണേ. May the capital of India change. ഉത്തരക്കടലാസിൽ തെറ്റിച്ചെഴുതിയിട്ട് മുട്ടുകുത്തിയ തലസ്ഥാനം മാറുകയല്ലെന്ന് ഓർത്തോണം. Praise the Lord. Don't justify your sins and pray. Confess your sins and forsake them. Don't expect God to stand with your foolishness. That's what he said. ആമേൻ. Amen. ജീവിതമാകുന്ന ഉത്തരക്കടലാസിൽ In the answer paper called life, തെറ്റായി പാപത്തിന്റെ ചോക്ക് കൊണ്ട് നീ വരച്ചു വെച്ചിട്ട് because you have written with a chalk of sin, എത്ര ദിവസം നീ ഉമ്മിനീരിറക്കാതിരുന്നാലും രക്ഷപ്പെടുകയല്ല. Praise the Lord. however days you are fasting, it won't work for you. പക്ഷെ ഇന്ന് രാത്രി പേപ്പർ കറക്റ്റ് ആണെങ്കിൽ Tonight, if your paper is correct, എന്റെ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും. my God has to do something. അവിടെ നീ പോകണ്ട. You don't have to go there. അവിടെ ദൂതൻ ഇറങ്ങും. The angel will come there. ചില നിന്ന Some insults, അത് നിനക്ക് പറഞ്ഞിട്ടുള്ളതാ. it is meant for you. അത് യേശുവിനെ ചുമക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാ. Hallelujah.
It is for people who carry Jesus. ഹല്ലേലൂയ. Hallelujah. ജോസഫിനെ For Joseph, അവന്റെ സഹോദരന്മാര് വിളിച്ചു, his brothers called him, സ്വപ്നക്കാരാ. "Oh, you visionary." ഹാ, ദൂരെ നിന്ന് സ്വപ്നക്കാരൻ. Visionary. ഓക്കെ, സ്വപ്നക്കാരാ. Oh, you visionary, you dreamer. ചിലർക്ക് ഹല്ലേലൂയക്കാരെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. Some people don't like to be called hallelujah. സ്തോത്രക്കാരി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. Some people don't like to be called stotrakari. പെന്തോക്കോസുകാരി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. Some people don't like to be called Pentecost-കാരൻ. കുഞ്ഞെ, നീ ചെയ്യുന്നതാ നിന്റെ പേര്. Lord, what you do is your name. ഞാൻ സത്യത്തിൽ ഉണ്ടല്ലോ രക്ഷിക്കപ്പെട്ട് ബൈബിൾ കോളേജിൽ പോയി ഈ ഇങ്ങനെ എൻ്റെ ഇന്ന് ഇത്ര ഉള്ളെങ്കിൽ 25 കൊല്ലം മുമ്പ് ഞാൻ എത്ര ഉണ്ടായിരുന്നു വിചാരിച്ചാൽ മതി. You can imagine my form 25 years ago. 25 കൊല്ലം മുമ്പ് 25 years ago. ഞാനിങ്ങനെ ഈ വേഷത്തിൽ വെള്ളയൊക്കെ നാട്ടിൽ മുടിയൊക്കെ ഇങ്ങനെ പറ്റി ചെന്നപ്പോൾ ആൾക്കാരെന്നെ കോഴിമുട്ട എന്നാണ് വിളിച്ചത്. When I was wearing this white and white, my head was really shaved. People call me, "You hen's egg, you hen's egg." ഉടനെ ഞാൻ പറഞ്ഞു താങ്ക് യു. So I said thank you. ആമേൻ. Amen. പക്ഷേ ഓംലെറ്റ് ഉണ്ടാക്കുന്നതല്ല ഓർത്തോണം എന്ന് പറഞ്ഞു. And I said not to make omelette. ഇത് വിരിയുന്ന. Oh, this is a blossoming egg. അടുത്ത കൊല്ലം ചെന്നപ്പം Next year when I went, അവരെന്നെ വീണ്ടും കോഴിമുട്ട എന്ന് വിളിച്ചു. they called me the same ഞാൻ bad പറഞ്ഞു name. I said be quiet. വിളിക്കരുത്. Don't call. എന്താന്ന് ചോദിച്ചു. Why? വിരിഞ്ഞു. Because the hen has come out. വിരിഞ്ഞു. The chicken has come പുറത്തു out. വന്നു. ചിറക് മുളയ്ക്കാൻ തുടങ്ങി. The ഇപ്പൊ wings പറന്നോണ്ടിരിക്കുക. have come. It's flying. തോടൊക്കെ കളഞ്ഞു. നീ പിന്നെ എന്നെ മുട്ട എന്ന് വിളിക്കരുത്. Don't call me because I am beginning to fly. ഈ സഭ വന്നു മുതൽ മുട്ടയായിട്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നില്ല. ആമേൻ. വിരിയണം. Hallelujah. വിരിയണം. Blossom people, grow people. That's what he's saying. Don't be in the same level from the day you came first Hallelujah. in the church. Hallelujah. Grow. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. എന്ന് മുട്ടയായിട്ടിരിക്കാനല്ല, Don't sit like eggs. വിരിയണം. You must blossom പരിശുദ്ധാത്മാവിന്റെ ചൂടിൽ വിരിയണം. in the heat of the Holy Ghost. ആമേൻ. Amen. ആമേൻ. Amen. നമുക്ക് വ്യത്യാസം വരണം. There should be a change in us. Amen. ഞാൻ മുമ്പോട്ട് പോകുകയാണ്. Let me go forward. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. Listen. യേശു ഉള്ളിൽ ജനിച്ചു. Jesus born inside. പിശാച് രക്ഷപ്പെട്ടില്ല. Satan did not കമ്മറ്റിക്കാരെ escape. കൊണ്ട് കളിച്ചു നോക്കി. They tried to play with രക്ഷപ്പെട്ടില്ല. committee. He did not escape. കല്യാണം മുടക്കാൻ നോക്കി. They tried to destroy the രക്ഷപ്പെട്ടില്ല. marriage. Did not ഒടുക്കം work. തീരുമാനിച്ചു, Finally decided. ഇതെവിടെ ജനിക്കുമെന്ന് അറിയണമല്ലോ. I should know where it is. ഇതെവിടെ born. ജനിക്കുമെന്ന് I അറിയണമല്ലോ. should know where it is. സകല born. വീടിന്റെ വാതിലുകൾ അടച്ചു. He closed the doors of all. അവന്റെ houses. അടുത്ത പദ്ധതി His next plan നിന്റെ ശുശ്രൂഷ തടയുക. to destroy വാതിലുകൾ മുഴുവൻ അടക്കുക. so that all the doors are സകല closed. വാതിലുകളും അടയ്ക്കാൻ Close all തീരുമാനിച്ചു. the doors. അവൻ വിചാരിച്ചു വാതിലടച്ചാൽ ജനിക്കത്തില്ലെന്ന്. He said if the doors are closed, Jesus will not be born. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പോട്ടൻ, Fool. മഹാപോട്ടൻ, What? മഹാപോട്ടൻ. Oh, what a great fool Satan is. അവൻ എന്താ വിചാരിച്ചേ? What did he think? യേശു പിറക്കാതിരിക്കാനുള്ള വാതിലല്ലേ അവൻ അടയ്ക്കാൻ പറ്റും. He can stop only the door for Jesus not to be born. ഹല്ലേലൂയ. Hallelujah. ജനിക്കാൻ ഒരു വാതിൽ തുറക്കാൻ അറിയാമെങ്കിൽ, If God knows how to open a door for the birth, ജനിക്കാൻ അപ്പൊ കൺസീവ് to conceive, ജനിക്കാൻ ഒരു വാതിൽ തുറക്കാൻ if യേശുവിന് God അറിയാമെങ്കിൽ, can open a door to conceive, അത് 24 മാസം അവിടെ ഇരിക്കാനല്ല, പറക്കാനും തുറക്കാൻ അറിയാം. God knows how so to bring the baby out. എത്ര പേർക്ക് ലൈറ്റ് കത്തിയെന്ന് How many എനിക്കറിയില്ല. people understand that? അകത്ത് ജനിപ്പിക്കാൻ ദൈവത്തിനൊരു വാതിൽ തുറക്കാൻ അറിയാമെങ്കിൽ, Amen. ഇത് ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരിക്കത്തില്ല. ഇല്ല. ഇത് പിറക്കാൻ ഒരു വാതിൽ തുറക്കാനും എന്റെ യേശുവിന് അറിയാം. That's for the church. ഹല്ലേലൂയ. It is for the church. If God has started a church, Yes. God knows how to bring it out Yes. and declare His name. ഹല്ലേലൂയ. Hallelujah. തുടങ്ങിയത് ദൈവമാണെങ്കിൽ, If God started it, നിവർത്തിയായി എന്ന് പറയുന്നിടത്ത് കൊണ്ട് നിർത്തത്തുള്ളൂ എന്റെ God ദൈവം. will make you to stand where He says Amen. it is finished. തുടങ്ങിയത് ദൈവമാണെങ്കിൽ, If God started it, നിർത്താൻ ഒരു പരിപാടി ദൈവം ഇട്ടിട്ടുണ്ട്. God has knows how ഇതിനിടയ്ക്ക് to. എന്തെല്ലാം വന്നാലും, Whatever comes in നിന്നെ between. കൊല്ലുമെന്ന് പറഞ്ഞു രോഗം നിനക്കെതിരായി വന്നാലും Hallelujah. കൊല്ലത്തില്ലവൻ, തൊടാൻ പറ്റത്തില്ലവന്, തകർക്കാൻ പറ്റത്തില്ല. നിന്റെ കൈ കൊണ്ട് നീ പുസ്തകങ്ങൾ എഴുതണം, നിന്റെ കൈ കൊണ്ട് നീ പാട്ടുകൾ എഴുതണം, സംഗീത ആൽബങ്ങൾ അമേരിക്കയിൽ പുറത്തു വരണം. ദൈവം നിന്നെ ഉപയോഗിക്കാനാ, അതുകൊണ്ട് കൊല്ലാൻ കൊടുക്കത്തില്ല. അവൻ വളർത്താനാ വിളിച്ചത്, അവൻ വളർത്താനാ വിളിച്ചത്. Hallelujah. ഓ, ശബനബാശ. There is a word for Him for all of us. ജമനശാന്തരസ്യ. Praise the Lord. എടുത്തോണത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, That is the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ That's the വ്യാപാരം, Holy Ghost. ദൈവശക്തിയുടെ വ്യാപാരം,
That the power of God. തമ്പുരാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ If Jesus has decided something, ഇവിടെ തടയാൻ സമ്മതിക്കില്ല ദൈവം. He will not allow anybody to stop തടയാൻ you. സമ്മതിക്കില്ല He ദൈവം. will not hinder the work. പരിശുദ്ധാത്മാവ് അത് പറയുന്നത്. It's the Holy Spirit. ഏറ്റെടുത്തോ, Take it. ഏറ്റെടുത്തോ. Take it. വെടിയുണ്ട കൊണ്ടാലും ചാകാൻ സമ്മതിക്കില്ല. Hallelujah. വെടിയുണ്ട കൊണ്ടാലും ചാകാൻ സമ്മതിക്കില്ല. വെടിയുണ്ട കൊണ്ടാലും ചാകാൻ സമ്മതിക്കില്ല. ഞാൻ പുറത്തു കൊണ്ടുവരുന്നവനാ. സകലതും തകർത്ത് നിനക്ക് അനുകൂലമായി വിധി എഴുതുന്നവൻ, നിവർത്തിയായി എന്ന് പറഞ്ഞവൻ നിവർത്തിയാക്കുന്നവനാ. അച്ചമനാദക റീബാരഗദാരംദലവ അച്ചമനാദക റീബാന ഊടബലഗദാ റീബാന ഊടമനഗദമനംദാല ജീവന ബൗഷാരഗദാന അംദല ബൗഡബലാജഗദ ഈവന ബൗഡബലഗദാന ഈഗാ ജഗദമനംദാന അച്ചമനാദക റീബനവ. വിശ്വസിക്ക, വിശ്വസിക്ക. വിളിച്ചവൻ ദൈവമാണെങ്കിൽ, വിളിച്ചവൻ കർത്താവാണെങ്കിൽ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. This is what the man of God is telling. If God has started a work, He knows how to complete it. Yes. Nothing can stand in between. Hallelujah. How many people know this for truth? Amen. Praise the Lord. Hallelujah. Hallelujah. ദൈവമാണ് പറഞ്ഞതെങ്കിൽ If God said it, നിങ്ങൾ ആ വാക്ക് വിചാരിക്കണം. think of that word. എന്റെ യേശുവിന് ഒരുപാട് പേരുകളുണ്ട്. My Jesus has so many names. ഇമ്മാനുവേൽ യേശുവിന്റെ പേരാണ്. Emmanuel is his name. പാപമോചകൻ യേശുവിന്റെ Oh, പേരാണ്. deliverer is his name. യഹോവ റാഫ, Jehovah Rapha is his യഹോവ name. നിസ്സി, Jehovah Nissi. യഹോവ ഈരെ, Jehovah Jireh. ഏൽ ഷദായ്, El Shaddai. യഹോവ സിദക്നു, Siddiqnu. യഹോവ ഷമ്മ. Jehovah Shammah. ആ കൂടെ With that, യേശുവിന് ഒരുപാട് പേരുണ്ട്. Jesus has many names. രാജാതി രാജാവ്, King of kings. കർത്താതി കർത്താവ്, Lord of lords. താൻ മാത്രം അമർത്യതയുള്ളവൻ, He is the only immortal one. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, Somebody lives വിശുദ്ധിയിൽ അതിഭയങ്കരൻ, great in glory. തത്വത്തിന്റെ മുദ്ര, He is the seal of perfection. മഹത്വത്തിന്റെ പ്രത്യാശ, He is the hope of glory. അഭിഷേകത്തിന്റെ നായകൻ. Oh, the one who gives an anointing. ഇനി പറയാൻ പോകുന്നു വിശ്വാസത്തിന്റെ നായകൻ. Oh, the believer faith. അടുത്തതാണ് എല്ലാരും ആരാധിക്കാൻ പോകുന്നത്. You're going to worship. പൂർത്തി വരുത്തുന്നവൻ, The one who completes. നിവർത്തിയാക്കുന്നവൻ. The one who completes. അത് അവന്റെ പേരാ. It is his name. Amen. Glory. നമ്മളെല്ലാം All of us, ഈ വിശുദ്ധി പഠിക്കുന്നവരാ. we are learning holiness. പക്ഷെ യേശു But Jesus, വിശുദ്ധനാ. He is holy. അത് പുള്ളിയുടെ പേരാ. His name. Amen. 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 പേര് ഇവിടെ ഉള്ളവരാരും ഒന്നും ഓർക്കല്ലേ. Those who have this name I'm going to mention, don't feel bad. ഞങ്ങളുടെ നാട്ടില് ഒരു തമിഴ് സ്ത്രീ ഒരു വീട്ടിൽ വേലയ്ക്ക് വന്നു. A lady from Tamil Nadu came to our home. ആ സ്ത്രീയുടെ പേരാണ് Her name. പരിപൂർണ ആരോഗ്യം. Her name is Paripurna Arogyam, complete health. പക്ഷേ But എഴുന്നേറ്റ് നിന്ന if she stands up, ഫാൻ she needs a fan. റെഗുലേറ്റർ അഞ്ചയിലിട്ടാൽ If you put the fan, ആരോഗ്യം പറന്നു പോകും. if you put the fan in 5 in the maximum speed, she will fly away. But her name is full health. അതിനേക്കാൾ രസം അതല്ല. The interesting thing is, ഒരിക്കൽ അവളുടെ അപ്പൻ അവളെ കാണാൻ വന്നു. once her father came to see her, പുള്ളിയുടെ പേരാണ് his വേദമാണിക്യം. name is Veda Manikya. പുള്ളി വേദവും കണ്ടിട്ടില്ല, മാണിക്യവും കണ്ടിട്ടില്ല. He has not seen the Bible nor the jewel. His name means jewel of the Bible. അമേൻ. Amen. നമ്മുടെ ഇടയിൽ ചിലരുടെ പേരാണ്, Some people are like that. ഒന്നും ഓർക്കല്ലേ, Don't feel bad. ജോയ്. Joy. ഈ പുള്ളി ഒന്ന് ചിരിച്ചു കാണാൻ നമുക്ക് കൊതിയാണ്. Any joys here? They are everything but happy. No joy on their face. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരുപാട് പേരുണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്നാമത് ഇങ്ങനെ പേരൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് പറയുന്നത്, അതുകൊണ്ട് ആ വിഷയം വിടുകയാണ്. I'm leaving that. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. സ്തോത്രം. ചിലർക്ക് പേരൊരു പ്രശ്നമുണ്ട്. So for some people, their name is a problem. ആമേൻ, സ്തോത്രം. ഞാൻ ഇന്ന് ആ വിഷയം വിട്ട് മുമ്പോട്ട് പോകുക. I'm leaving that. Going forward. എന്റെ കർത്താവിന്റെ ഒരു പേരാണ് My Jesus name. പൂർത്തി വരുത്തുന്നവൻ. The one who completes. യേശുവിന് പൂർത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. Jesus cannot but complete. കാരണം കർത്താവിന്റെ പേര് അതാണ്. That is his name. ആമേൻ. Amen. ഞാൻ പറയുന്ന താഴ്മ അഭിനയിക്കരുത്. Do not pretend humility. നമ്മുടെ പേര് താഴ്മയാക്കണം. Our name must be humility. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞൊരു വാക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. Something which God told Isaac, I അത് love. ഉൽപ്പത്തി 26:4 കിടക്കുക. Yeah, Genesis 26:4. നിന്റെ അപ്പൻ Your father, എന്റെ ദാസനായിരുന്നു. he was my servant. എന്നാ വാക്ക്, What a word. എന്നാ വാക്കാണത്. What a word. നമ്മുടെയൊക്കെ മരണശേഷം, After our death. ജീവിച്ചിരിക്കുമ്പോൾ പോട്ട്, Okay, forget when you live. മരണശേഷം After we die. നമ്മുടെ മക്കളെ വിളിച്ചു നിർത്തി Imagine somebody catching our. ദൈവം പറയാ, God is saying, നിന്റെ അപ്പൻ your father. ഡാഷ് ആൻഡ് ഡാഷ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. ഭക്തനായിരുന്നു, ദാസനായിരുന്നു എന്നൊക്കെ പറയാൻ. അമേൻ. അതൊന്ന് കൊതിക്കണം നമ്മൾ.
അതൊന്ന് കൊതിക്കണം, നമ്മൾ കൊതിക്കണം. desire that our Amen. children will say after our ആമേൻ. death. സ്തോത്രം. That our father ഞാൻ അങ്ങനെ was so- വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ I വിശ്വസിക്കുന്നു. believe that. നമ്മുടെ മക്കളോട് കർത്താവ് അങ്ങനെ പറയണം. May the Lord tell our children a testimony about us. ആമേൻ. Amen. എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് നിന്റെ അപ്പൻ What I like more than that, എന്റെ your father, ദാസനായിരുന്നു. he was my servant. അവൻ He എന്റെ കൽപ്പനകളെയും obeyed all my commandments, എന്റെ ചട്ടങ്ങളെയും my statutes. എല്ലാം പറഞ്ഞിരിക്കുകയാണ്. അനുസരിച്ച് നല്ല എഴുതിയിരിക്കുന്നത് He doesn't say he obeyed. ആചരിച്ചവനായിരുന്നു. He celebrated it. ആമേൻ. അനുസരിക്കുക, ആചരിക്കുക, ഇത് രണ്ടും രണ്ടാണ്. What's the difference between obeying and celebrating? നമ്മൾ അനുസരിക്കുന്നവരാണ്, We are obeying people. പക്ഷേ അബ്രഹാം ആചരിക്കുന്നവനായിരുന്നു. Abraham, I'll explain, celebrated it. അതിന്റെ ആ അർത്ഥം ഞാൻ പറയാം. There's a difference. ചരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുക. Moving means walking. അബ്രഹാമിന്റെ കാലത്ത് പ്രമാണമില്ല. In Abraham's time, there was no law. മോശയുടെ കാലത്താണ് പ്രമാണം കിട്ടിയത്. But in the time of Moses, the law came. അപ്പൊ എന്റെ കൽപ്പനകളെ ആചരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, So if you say one who celebrates my commandments, അത് അനുസരിച്ച് കൊണ്ടു നടന്നവനല്ല, doesn't mean somebody was just obeying the law. അതനുസരിച്ച് ജീവിച്ചവൻ എന്നാണ് അർത്ഥം. The one who walked in the commandments of the അപ്പൊ law. എന്റെ പേര് അബ്രഹാം എന്നാണല്ലോ. My name is Abraham. അപ്പൊ ഞാൻ ഇങ്ങനെ ബൈബിളും കൊണ്ട് പോകുമ്പം I take the Bible. ആൾക്കാർ പറയും, People will say, ബൈബിളും കൊണ്ട് അബ്രഹാം പോകുന്നു. Abraham is walking with the Bible. അപ്പൊ ഈ അബ്രഹാമിന്റെ കാലത്ത് In Abraham's time, ബൈബിൾ ഇല്ലല്ലോ. there's no Bible. അപ്പൊ അബ്രഹാം നടന്നു പോകുമ്പം When Abraham is walking, ജനം പറയുമായിരുന്നു, people are saying, ദാണ്ട ബൈബിൾ പോകുന്നു. where Bible goes. മനസ്സിലായവർക്ക് ആ ദൈവത്തെ Are you സ്തുതിക്കാം. understanding this? കാരണം അന്ന് ബൈബിൾ ഇല്ല. In those days, there was no അബ്രഹാം Bible. നടന്നു പോകുമ്പോ ജനം പറഞ്ഞു, When Abraham was അതെ, walking, പ്രമാണം നടന്നു പോകുന്നു. വാ. there goes the Bible. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. റിവൈവൽ ചർച്ചിലെ ഓരോ മെമ്പേഴ്സിനെ കുറിച്ചും അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടാകട്ടെ. May a testimony like that be about every believer in revival. Hallelujah. Children included. Hallelujah. 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 പ്രമാണം കൊണ്ടു നടക്കുന്നവരല്ല, Not those who take the Bible. പ്രമാണമായിട്ട് ജീവിക്കുന്നവരാണ്. Those who walk with the Bible. Praise the Lord. Praise the Lord. Praise the Lord. യേശുവിന്റെ പേര്, The name of Jesus. ആമേൻ, പൂർത്തി വരുത്തുന്നവൻ. The one who completes. യേശു ജനിക്കാതിരിക്കാൻ ശ്രമിച്ചു. Satan tried to destroy his birth. വീടുകൾ മുഴുവൻ അടച്ചു. He closed all the doors. ആമേൻ. അടച്ചവർക്കെല്ലാം പിന്നീട് മനസ്സിലായി They'll realize something. അബദ്ധമായി പോയെന്ന്. It was a mistake. ഇന്ന് രാത്രി ഇന്ന് പകൽ അതുകൂടെ പറയാം ഞാൻ. Tonight I'm telling you, യേശുവിന് വേണ്ടി if you for ഒരു Jesus, അവസരം നിനക്ക് കിട്ടിയാൽ when you get an opportunity, നീ വാതിൽ തുറക്കാൻ മടിക്കരുത്. don't be lazy to open the പിന്നെ door. നിനക്ക് അവസരം കിട്ടിയെന്ന് You may വരികയില്ല. not get another opportunity. നിന്നെ നിനക്ക് അവസരം കിട്ടിയെന്ന് You may വരികയില്ല. not get another ആ opportunity. ഹൃദയം ഒന്ന് തുറന്നു കൊടുക്ക്. Open the door. പറ, Say, യേശുവേ, Jesus, എന്റെ ഉള്ളിൽ വന്ന് ജനിക്കണമേ. come into my heart. എന്റെ ഉള്ളിൽ ജനിക്കണമേ. Come into my heart. Oh. Say that, children, come into my heart. പശുക്കൂട് Yeah, the stable. ഇത് വേറൊരു വീട്ടുകാർക്ക് കിട്ടേണ്ടതാ. This should have gone to some other house. നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കിയത് ക്രിസ്മസ് ഒന്നും അല്ലല്ലോ. ഞാൻ ആ പശുക്കൂടിനെ കുറിച്ചൊന്ന് പറയാം. This is not Christmas, but let me tell you about a stable. അവിടെ യേശു ജനിച്ചപ്പോൾ When Jesus was born, നക്ഷത്രം അതിന് മോളി വന്ന് നിന്നു. the star came over there. സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. The gate of heaven opened. ആ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പാടി. The angels came and said, വിദ്വാൻമാര് പൊന്നും ഒക്കെ ആയിട്ട് വന്നു. oh, the wise people came with all the കുന്തിരിക്കുമായിട്ട് frankincense. വന്നവര് They came with myrrh. കുന്തിരിക്കം കത്തിച്ചു, They burned it. പൊന്ന് കാഴ്ചവെച്ചു. They gave the offering. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറയാം. Now say what all things happened. യേശു അവിടെ വന്നതുകൊണ്ട് Because Jesus came, ചാണകത്തിന്റെ മണം മാറി. the smell of that dung moved. God moved. അതിനുശേഷം അവിടെ കുന്തിരിക്കത്തിന്റെ മണം തുടങ്ങി. After that, myrrh came. വില കുറഞ്ഞതെല്ലാം മാറി. Everything that is base was removed. പൊന്നും മേറയും എത്തി. Gold and frankincense came. നാറ്റമുള്ളവർ മാറി. Those who are stinking were removed. ഇതാ വിദ്വാൻമാർ വന്നു. The wise people came. മിന്നാമിനുങ്ങിന്റെ വെട്ടം മാറി. Oh, that small light. നക്ഷത്രം മൂളി വന്നു നിന്നു. The light of the star came. കൊതുകുകളുടെ പാട്ട് മാറി. All the mosquitoes. ദൂതന്മാരുടെ പാട്ട് തുടങ്ങി. The angels came. യേശു ജനിച്ചാൽ, Jesus is യേശു born. ജനിച്ചാൽ Jesus is born. ഈ മാറ്റങ്ങൾ മുഴുവൻ ആകും. All the changes will ഏത് come. വീട്ടിൽ ജനിച്ചാലും ഈ In any സംഭവങ്ങൾ house, നടക്കും. Jesus is born. ഹല്ലേലൂയ. Hallelujah. പശുത്തൊഴുത്തായതുകൊണ്ട് കർത്താവ് മാറ്റങ്ങളൊന്നും കുറച്ചില്ല. Because it was a stable, Jesus did not compromise on any changes. എന്റെ കർത്താവ് ജനിച്ചാൽ ഇത്രയൊക്കെ സംഭവിച്ചേ പറ്റൂ. If my Jesus is really born again, these things will happen. ഹല്ലേലൂയ. Hallelujah. ഞാൻ മുമ്പോട്ട് പോകുകയാ. Going forward, അവിടെയും പിശാച് പരാജയപ്പെട്ടു. there also Satan was അപ്പോഴവൻ ഒരു defeated. കാര്യം തീരുമാനിച്ചു. Then he decided, അവൻ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം. we'll do one thing. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുകയാണെങ്കിൽ ആ കൂടെ മരിച്ചോളും.
I will kill all the children under the age of 2. Then Jesus will also die. അവൻ നിയമം കൊണ്ടുവന്നു. He brought a law. അതുകൊണ്ട് യേശുവിനെ കൊണ്ട് നസറത്തിലേക്ക് പോയി. He brought Jesus to Nazareth. അതുകൊണ്ട് നസറത്തുകാർ രക്ഷപ്പെട്ടു. So people of Nazareth were saved. ഹല്ലേലൂയ. Hallelujah. നഥനയേൽ ചോദിച്ചതാണ്, Nathanael said, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? will something good come from മത്തായി Nazareth? 2:23 Matthew അവൻ 2:30. നസറായൻ എന്ന് വിളിക്കപ്പെടുവാൻ So that he may be called അവൻ Nazareth. നസറത്തിൽ വന്നു പാർത്തു. He came and lived in അവൻ Nazareth. ഓടിയത് അവർക്ക് സന്തോഷമായി. He was happy that he ran. പിശാച് യേശുവിനെതിരായി എന്തൊക്കെ ചെയ്തോ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറി. Whatever Oh. Satan did against Jesus, it became a blessing for other ഹല്ലേലൂയ. people. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise the Lord. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കുവേ, Sometimes I think like this. ഈ പിശാച് ഇയാളെ പോലൊരു ഫൂളിഷ്, ഈ പിശാച് എന്ത് ഫൂളാണ്. അതായത് എന്തൊക്കെ പുള്ളി ചെയ്തോ അതൊക്കെ ഗുണമായി മാറി. സ്വത്രം. This Satan is such a foolish fellow. Whatever he does turns for good. ഒരിക്കൽ ഡൽഹിക്ക് പോയ ഒരു തമിഴ് വിശ്വാസി A believer once went to Delhi. ട്രെയിനിനകത്തിരിക്കുമ്പോൾ He was sitting inside the train. താൻ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലെ കോർഡറിനകത്തൊരു ഒരു ഒരു വിദേശിയായ ഒരാളുണ്ടായിരുന്നു. A foreigner in India was traveling in the same compartment. പക്ഷേ പെട്ടെന്ന് ആ ഫോറിനർക്ക് ചങ്കുവേദന വന്ന് അദ്ദേഹം ആ ട്രെയിനകത്ത് വെച്ച് മരിച്ചു. That person died in the train. ഈ തമിഴനായ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മടി കിടന്ന മരിച്ചു. He died in this prayerful man from Tamil Nadu. ഇദ്ദേഹമാണ് സാക്ഷ്യം. He is a witness. പോലീസിൽ പോയി. He went to the police. അദ്ദേഹത്തിന്റെ ശവശരീരം ഇൻക്വസ്റ്റിന് വിട്ടു. It was sent for inquest. പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. The postmortem is taking എല്ലാ place. പെട്ടി സാധനങ്ങൾ മാറ്റി തമിഴൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. So this poor man is sitting with all the luggage of the foreigner in the police station. അവസാനം പറഞ്ഞു അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അറിഞ്ഞു. Finally they said he had a heart attack. അവസാനം ഇദ്ദേഹം ഇറങ്ങാൻ തുടങ്ങുമ്പോൾ When he was about to go, ഒപ്പിട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. he said you can sign and go. ഈ തമിഴൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ When this man was about to leave, ഒരു പുതിയ സൂട്ട് കേസ് എടുത്തുകൊണ്ട് ഇറങ്ങാണ്. he's taking a new suitcase. പിന്നെ പോലീസുകാരൻ പറഞ്ഞു, The policeman said, രക്തോ ഉദർ രക്തോ put it down. ഓ പുരാന ബാഗാന ലക Take the old and go. ओ आदमी मर गया इसलिए उसका पेटी लेके जाने के लिए तुम Why are you taking the dead man's bag? അതുകൊണ്ട് ആ പുതിയ ഇവിടെ വെക്കാൻ. So you keep the new bag ആ there. പഴയ ബാഗ് Take the old one. ഇയാൾ പറഞ്ഞു, He said, സാർ അത് ഏം പെട്ടി ഇല്ല സാർ, it is not my box. ഏം പെട്ടി പുതു പെട്ടി, Mine is a new box. അത് അന്ത തുറ പെട്ടി അവരുടെ പെട്ടി. The one you have opened is the old box. It is his box. ഈ ഹിന്ദിക്കാരൻ പോലീസ് പറഞ്ഞു, You know the Hindi man said, take it. ഉടനെ അദ്ദേഹം പറഞ്ഞു, സാർ ഇത് ഏം പെട്ടി. Sir, this is my box. ഒറ്റ അടി കൊടുത്തു പറഞ്ഞു, എടുക്കണം പഴയ പെട്ടി. Gave him one beating and said, take it. അടി കൊള്ളുകയും പഴയ പെട്ടി കൊടുത്തോണ്ട് ഒറ്റ ഓട്ടം ഓടി. The minute he got a beating, he took the old box and ran away. തമിഴ്നാട്ടിൽ ചെന്നാ തുറന്നു നോക്കി. He opened it in Tamil Nadu. He opened it. നിറച്ചു ഡോളർ. Full of dollars. ഭാര്യ പറഞ്ഞു, His wife said, നീ ജപിக்கிற ആള് താനே, you are a prayerful man. இந்த மாதிரி எல்லாம் ஊரானுக்குள்ளது அடுத்தவனுக்குள்ளது எடுத்துட்டு வரலாமா? Why don't you do this everywhere? You should not do this, right? Yeah. ഉടനെ ഭാര്യ പറഞ്ഞു, The wife said, അല്ല ഭർത്താവ് പറഞ്ഞു, the husband said, ഞാൻ അടി എടുത്തേ. did I take it? അടിച്ചു കൊടുത്താരടി. I was beaten to take that bag full of dollars. Thank you, Lord. മനസ്സിലായി? Hallelujah. പാവം മനുഷ്യൻ. Poor man. അല്ല തമ്പുരാൻ ചിലപ്പോ തരുമ്പോ എടുത്തില്ലേ അടി തന്നു തരും. Even the Lord gives you something, you don't take it. He may Hallelujah. punish you for that. അയാൾ മരിച്ചുപോയി. He died. ഇത് ഇയാൾ കൊണ്ടുപോയില്ലെങ്കിൽ ആരെടുക്കും? പോലീസുകാരെടുക്കും. If he doesn't take it, the കർത്താവ് police will നോക്കിയപ്പോ take it. പാവം മടിയിൽ കിടന്ന് മരിച്ചല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, അവൻ കൊണ്ടുപോകട്ടെ എന്ന് തമ്പുരാൻ തീരുമാനിച്ചു. The Lord would have thought, why doesn't this poor missionary take it? He's the one who was suffering. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, Let me tell you one thing. അതൊരു സംഭവിച്ച കഥയല്ലായിരിക്കാം. Maybe this did not happen. ഇതിനകത്തുനിന്ന് ഞാൻ നിങ്ങളോട് ചിന്ത പറഞ്ഞതാണ്. I was just telling you a എന്റെ thought. ദൈവത്തിന്റെ സമയമായാൽ, When my God's time എന്റെ is coming, തമ്പുരാൻ നിനക്ക് തരാൻ when തീരുമാനിച്ചാൽ, my God begins to give, അത് തടയാൻ നീ തന്നെ ശ്രമിച്ചാലും മാറുകയില്ല. you don't stop. Don't stop the hand Yes. of God. When God gives you, don't say no. ഓ അത് ദൈവം നിനക്ക് തന്നിരിക്കും. It is God who is going to give it to you. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Thank you, Lord. സന്തോഷമുള്ളവർ ദൈവത്തെ Are you സ്തുതിച്ചാട്ടെ. happy? Lift up your hands. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. Going forward. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. Going forward. നിവൃത്തിയായി എന്ന് പറയാതിരിക്കുവാൻ, So that Jesus may not say it. യേശുവിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുവാൻ, So that Jesus may not say it. പിശാച് അവന്റെ സംഘവും വളരെ റെഡിയായി കഴിഞ്ഞു. Satan and his അവൻ പറഞ്ഞു, ഇനി enemies. മുമ്പോട്ട് വിടരുത്. He said, don't let him go നമ്മുടെ forward. പദ്ധതിയെല്ലാം തോറ്റുപോയി. All our plans of വേദപുസ്തകം മുഴുവൻ പഠിക്കണം. study the whole Bible. യേശുവിനെ തകർക്കാൻ പല സ്ഥലങ്ങളിൽ നോക്കി. To destroy Jesus, he tried many അവനെ times. തള്ളിയിടുവാൻ നോക്കി. They tried to push him down. ഗോപുരത്തിന് മുകളിൽ കൊണ്ടുപോയി On top of the താഴേക്ക് tower. ചാടാൻ പറഞ്ഞു. Asked him to jump down. യസ്രയേത്ത് പള്ളിയിൽ നിന്ന് തള്ളിയിടാൻ നോക്കി. Tried to push him down from Jerusalem. എല്ലായിടത്തും നോക്കി. Everywhere. പക്ഷെ തകർക്കാൻ പറ്റിയില്ല. He could not stop. ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. We come to the final. ഏറ്റവും അവസാനം Finally, യേശുവിന്റെ കൂട്ടത്തിൽ in the gang of Jesus, യേശുവിനെ ഉറ്റുകൊടുക്കുന്നവനെ തിരികെ കയറ്റി. he influenced somebody called Judas. എല്ലാവരും ശ്രദ്ധിക്കണം. Listen carefully. സഭയെ തകർക്കാൻ,
to destroy the അവൻ church. പല പദ്ധതി തയ്യാറാക്കും. He tries many stunts. അതിനകത്തൊന്നും തകരുന്നില്ലെന്ന് കണ്ടാൽ, When he says nothing is defeated, സ്നേഹിക്കുന്നവരെ പോലെ like those who love, ചിലരെ തിരികെ കയറ്റിട്ട് he gets into some people, അവരെ കൊണ്ട് are using them. നിന്നെ ഉച്ചു കുടിപ്പിക്കാൻ, You will be given നിന്നെ തകർക്കാൻ അവൻ to പദ്ധതി. destroy you. അവന്റെ പക്കൽ തന്ത്രങ്ങളുണ്ട്, He has tactics. അവന്റെ പക്കൽ കൗശലമുണ്ട്. He has tactics. അതറിഞ്ഞിട്ടും ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ് എൻ്റെ യേശു. Even after knowing Judas, Jesus continued to pray. ഹല്ലേലൂയ, Praise the Lord. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും പ്രാർത്ഥനയോടിരിക്കുക. Let's all be in prayer. നിന്റെ അകത്ത് തന്നെ, Inside you. നിന്റെ അകത്ത് Inside you. നിന്നെ ഒറ്റിക്കൊടുക്കുന്ന ചിന്തകൾ അകത്ത് കയറ്റും. The thoughts inside you. നിന്റെ അകത്ത് വരും യൂദ. That Judah can come യൂദ inside. പുറത്തല്ലെന്ന് ഓർക്കണം. Judah is not outside. ചിലപ്പോൾ നിന്റെ നാക്ക് യൂദായായി മാറാൻ സാധ്യതയുണ്ട്. Sometimes your tongue can become a നിന്റെ Judah. കണ്ണ് യൂദായായി മാറാൻ Your സാധ്യതയുണ്ട്. eye can become a നിന്റെ Judah. നോട്ടങ്ങൾ നിന്നെ ഒറ്റിക്കൊടുക്കാൻ Your സാധ്യതയുണ്ട്. eyes can be a Judah. നിന്റെ സംസാരങ്ങൾ നിന്നെ ഒറ്റിക്കൊടുക്കാൻ Your സാധ്യതയുണ്ട്. talking can be a Judah. തിരിച്ചറിയുവാൻ ദൈവാത്മാവ് സംസാരിക്കുന്നു. May the Holy Spirit say, discern. തിരിച്ചറിയുവാൻ ദൈവാത്മാവ് സംസാരിക്കുന്നു. Discern, discern, ഓ discern. ശബനബസ്യ. Hallelujah. അബ്ചമന റംധന ബൗഡബ. റീഗന ബൗഷബലാസ്യാദ. ഹഡഗന ഗൗസഭമനബസ്യാദ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം, The Holy ദൈവകൃപയുടെ Spirit വ്യാപാരം ഇവിടെ വ്യാപരിക്കുന്നു. is moving. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് തൊടുകയാ. Hallelujah. എന്റെ ദൈവത്തിന് വലിയ പദ്ധതി ഉള്ളതുകൊണ്ട് My plan is ഈ good ദിവസങ്ങളിൽ These നിന്റെ days. പഞ്ചേന്ദ്രിയങ്ങളെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുവാൻ, നിന്റെ വാക്കുകളും പ്രവർത്തികളും എന്റെ കർത്താവിന് ഹിതമാകത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പുതുക്കുവാൻ എന്റെ ദൈവം സംസാരിക്കുന്നു. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, ഒരു മാസ്റ്റർ പ്ലാൻ നിന്നെ കുറിച്ച് തയ്യാറാക്കി. നിന്റെ മുൻപോട്ടുള്ള ഗമനത്തെ ദൂതന്മാരുടെ കാവലോടെ നിർത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ സമയത്ത് ദൈവം ദൂത് പറയുമ്പോൾ ഒന്ന് തിരിയുവാൻ, നിന്റെ പ്രാർത്ഥനകൾക്ക്, നിന്റെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ മാറ്റം വരുത്തുവാൻ എന്റെ ദൈവം നിന്നോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ആവരിക്കട്ടെ. അവന്റെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളെ, അവന്റെ ഉയർച്ചകളെ തടയുവാൻ ശ്രമിക്കുന്ന അവന്റെ ചിന്തകളിൽ ആത്മീയ വ്യാപാരത്തെ തകർക്കുവാൻ കൊണ്ടുവരുന്ന എല്ലാ പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ. There's a അപ്പാ, power. Hallelujah. Thank you, Lord. നിന്റെ കുഞ്ഞ് കർത്താവേ ഈ ദിവസങ്ങളില് Amen. അല്പ ടെൻഷനിലൂടെ കടന്നു പോകും. Ura mama mara karabasha. അവന്റെ ആത്മീയതയെ തകർക്കാൻ, Ura mama mama karibashari. അവനെ മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ Rabara ഒരു badu. ദുർശക്തി അവന്റെ മുമ്പിൽ നിൽക്കുന്നു. Tam. ഈ ദിവസങ്ങൾ അതിനെ ഞങ്ങൾ ശാസിക്കുന്നു. മാറിപ്പോ, In Jesus' name. മാറിപ്പോ, In Jesus' name. മാറിപ്പോ. In Jesus' name. നിന്റെ കുഞ്ഞിന് മുമ്പിൽ നിന്ന് മാറിപ്പോ. Jesus' name. അവനെ തടയാൻ അനുവദിക്കില്ല. കർത്താവ് തൊടുന്നതിനാൽ സ്തോത്രം. Stotram. അതൊരു വ്യക്തിയാണ്, Amen. അതൊരു വ്യക്തിയാണ്. It's a person. കർത്താവ് അവന്റെ മുമ്പിൽ തടയാൻ നിൽക്കുകയാണ്. Yes. അമേൻ. അവന്റെ ചിന്തകളെ തകർക്കാൻ Yes. അവൻ ആഗ്രഹമില്ല, Yes. അവൻ ഇഷ്ടമില്ല. Yes. എങ്കിലും അവന്റെ ഗമനത്തെ തടയുവാൻ, Yes. അവന്റെ വിദ്യാഭ്യാസത്തിന്റെ മുൻപോട്ടുള്ള ഗമനത്തെ, അവന്റെ ഉയർച്ചകളെ, അവന്റെ വരുമാന മാർഗങ്ങളെ, അവന്റെ ഭാവിയിൽ അവനക്ക് ലഭിക്കാൻ പോകുന്ന നന്മകളെ ഇല്ല തടയാൻ അനുവദിക്കില്ല. സകലം പൂർത്തിയാക്കുന്നവൻ കൂടെ ഇരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. ദൈവകൃപ വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മാവ് തൊടുന്നതിനാൽ സ്തോത്രം. തമ്പുരാൻ തീരുമാനിച്ചാൽ, If the Lord എന്റെ decides, ദൈവം if തീരുമാനിച്ചാൽ the Lord decides, നിന്റെ യാത്രയെ തടയാൻ പറ്റില്ല. nobody can stop you. ആര് കയറി വഴിയിൽ നിന്നാലും Whoever stands in the എന്റെ way, ദൈവം അതിനെ my മാറ്റിക്കളയും. God will change. ആമേൻ. Amen. ദൈവം ഒരു ദൂത് പറയുന്നത് God is saying, നിന്നെ ഭ്രമിപ്പിക്കുന്ന ദൂതല്ല, it is not something for you to be scared നിനക്ക് of. മനസ്സിലാകാത്ത ദൂതല്ല, Not something you can't understand. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ദൂത. Something you understand in your intelligence. നിന്റെ ഉള്ളം പറയുന്നു Your insight അത് says, കറക്റ്റ് ആണ്, it's right. ഇനി ആ കൂട്ടുകെട്ടിന് ഞാൻ പോകില്ല, I will not go for that ആ friendship. ബന്ധം എനിക്ക് വേണ്ട. I don't want that അതൊരു relationship. യൂദയാണ്. It's a Judah. ആമേൻ. Amen. സ്നേഹിച്ചു നിൽക്കും, They will appear to be friendly. ഒടുക്കം ചതിക്കും. Finally, they will cheat you. നിന്റെ പ്രാർത്ഥനയെ തടയുന്നുണ്ടെങ്കിൽ, If your prayer is being ആ hindered, ചിന്തകൾ, ആ ബന്ധവും നിന്റെ ഏകാഗ്രതയെ തടയുന്നുണ്ടെങ്കിൽ, if that thought and that relationship is നിന്റെ disturbing you, ആത്മീയ ഉയർച്ചയെ തടയുന്നുണ്ടെങ്കിൽ, if it is stopping your growth spiritually, that is equal to യൂദ. അതാണ് യൂദ. adana Judas. ആമേൻ. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. പിശാച് എന്ന് പറഞ്ഞാൽ Satan, ആരും വിചാരിക്കരുത് don't think രണ്ട് കൊമ്പൊക്കെ വെച്ച് he has two ഇങ്ങനെ horns ടാർസൻ വരുന്ന പോലെ like Tarzan ഒരു comes. വള്ളിയെ തൂങ്ങി വീട്ടിലോട്ട് വരുമെന്ന് ആരും വിചാരിക്കരുത്. Don't expect Satan to suddenly appear before you like Tarzan. ചിലർ അങ്ങനെ വിചാരിക്കുന്നത്. Many people think of Satan like that. പിശാച് പോന്നു,
ഇവര് വിചാരിക്കുന്ന ഈ ടാർസൻ ഇങ്ങനെ കയറെ തൂങ്ങി വരുമല്ലോ They think Satan will എന്ന് പറഞ്ഞ പോലെ suddenly നമ്മുടെ വീട്ടിലോട്ട് അപ്പാർട്ട്മെന്റിലോട്ട് ഇങ്ങനെ തൂങ്ങി വന്ന് ഇറങ്ങി Praise the Lord. എന്നിട്ടാണ് അങ്ങനൊന്നും അല്ല സ്വത്രം. Satan will not come into അവൻ your apartment. സ്നേഹിച്ച് He will show love. വേണേ ഐസ്ക്രീം മേടിച്ചു തരും, He'll give you ice cream. വേണമെങ്കിൽ ഒരു ദിവസം കാറിലൊക്കെ കയറ്റിക്കൊണ്ട് പോയി വരും. One day he may take you in the car. ഈ ഐസ്ക്രീമിന്റെ കോർണറിന്റെ പേര് മെൽറ്റിംഗ് കോർണർ എന്നാണ്. The ice cream is known as melting. അവിടെ നിന്നാണ് മെൽറ്റ് ആകുന്നത്. There people begin to melt. നമ്മുടെ നാട്ടിൽ ഒരുപാട് മെൽറ്റായി ഇല്ലാതായി പോയി. There are many young people melted in India. They are no more. ഹല്ലേലൂയ. എവിടെ പോയെന്ന് ചോദിച്ചാൽ Don't ask where did he go. കോളേജിലുള്ള മെൽറ്റിംഗ് കോർണറിൽ പോയതാണ്. Melting corner in front of the college. അവിടെ ഇരുന്ന് മെൽറ്റായി പോയി. They sat down and got melted. ആമേൻ. ഇത് പിശാചിന്റെ തന്ത്രമാണ്. Satan's tactics. ആമേൻ. Amen. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. Going forward. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. Holy Spirit says. അവസാന നിമിഷത്തിലേക്ക് വരുന്നു. The final moment. എല്ലാ പദ്ധതിയും അവൻ പൂർത്തീകരിച്ച്. Oh, Jesus has completed it all. ആമേൻ. യേശു ഗെത്സമനിലേക്ക് പോകുകയാണ്. Jesus went to Gethsemane. പിശാച അടിയന്തര യോഗം കൂടി. Again he had a committee meeting. എല്ലാവരെയും പിടിച്ചു കൂട്ടി. He called all the committee members. This is the best chance. ഇതാണ് നല്ല ചാൻസ്. This is the best time. അവൻ ഗെത്സമനിലേക്ക് പോകുകയാണ്. He called to Gethsemane. നമ്മൾ ഇവിടെ തോറ്റുപോയാൽ If we fail here, പിന്നെ നമ്മൾ മുഴുവൻ തോറ്റു. we will fail everywhere. നമ്മുടെ തലബോധ കേസാ. Oh, this is somewhere we are going to be destroyed. ഗെത്സമനയിൽ So at Gethsemane, ആദ്യം ചെയ്യേണ്ടത് first thing, കൂടെ പോകുന്നവരെ ഉറക്കണം. those who are with them should sleep. അവന്റെ ഏറ്റവും വലിയ തന്ത്രം His biggest tactic. നമ്മൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച പോലെ ഉറങ്ങിപ്പോകും. Those we expect to be together, they will be like those who have taken a sleeping pill. They'll sleep. ഹല്ലേലൂയ. Hallelujah. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. But that's something നിങ്ങളത് we have to വളരെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. You should learn it. കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ, Those we expect to be with us, അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയവർ, we call people to be with us and pray. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. One thing, ലൂക്കോസ് Luke 22 verse 22, 40 വാക്യം, verse 40. അവരെ വിളിച്ചുകൊണ്ട് യേശു ഒരു കല്ലേറ് ദൂരം പോയി. He went a stone's throw away. ഞാൻ 1000 വട്ടം ചിന്തിച്ചിട്ടുണ്ട്. Thousands of times. എന്തിനാ കല്ലേറ് ദൂരം പോയേ? Why did he go a stone's throw away? ഒരു കല്ലെറിഞ്ഞാൽ പോലും കൊള്ളരുത്, അതിനു വേണ്ടിയാ. Even if a stone is thrown, they should not. അന്നും പ്രാർത്ഥിക്കുന്നവരെ കല്ലെറിയുന്നവരുണ്ടായിരുന്നിരിക്കണം. Maybe even then there were people throwing stones at those who were നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് അല്ല. It's not our subject. ആഴമായ ഒരു വിഷയത്തിലേക്ക് വരിക. I am coming to നിങ്ങളുടെ ഏകാഗ്രത പോകരുത്. Let not your യേശു concentration ഗെത്സമനയിലെത്തി. go. Jesus comes to Gethsemane. ഈ ഗെത്സമന എന്ന വാക്കിന്റെ അർത്ഥം എണ്ണച്ചക്ക് എന്നാണ്. Gethsemane means the wine press, that fat where it comes out. എണ്ണ ഓയിൽ എടുക്കുന്ന, Oil, where the oil is taken out. അങ്ങനെ അതെടുക്കുന്ന ചക്ക് എന്ന അർത്ഥമാണ് ഗെത്സമന എന്ന വാക്കിന്. Mold from which oil is extracted. That's what it means when Gethsemane. യഥാർത്ഥത്തിൽ ആ ചക്കിനകത്തേക്ക്, ആ മിഷ്യനകത്തേക്ക് കർത്താവ് വീഴുന്നതാണ് ഗെത്സമനയിലെ പ്രാർത്ഥന. Jesus is being thrown into that machine, so to speak. That is Gethsemane. That's ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയ്ക്ക് പ്രയർ എന്നല്ല ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, പകരം പോരാട്ടം അല്ലെങ്കിൽ യുദ്ധം എന്ന പദമാണ് The കൊടുത്തിരിക്കുന്നത്. prayer of Jesus in Gethsemane is not just prayer, it is known as battle. ഈ ഗെത്സമനയുടെ ജോഗ്രഫി, അതിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ അത് പാറകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണെന്ന് When പറയുന്നത്. you study about Gethsemane geographically, it is full of rocks. യേശുവിനെ മുട്ടുകുത്തിയത് കാർപ്പറ്റലല്ല, പാറയിലാണ് അവൻ മുട്ടുകുത്തിയത്. Jesus did not kneel down on a carpet but on rocks. നമ്മളൊക്കെ ചിലപ്പോഴോ പായില്ലെങ്കിൽ തന്നെ മുട്ടുകുത്താൻ നമുക്ക് പാടാണ്. It's difficult for us to kneel down when there is no mat. ഒരു നീണ്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശു പാറയിൽ For a മുട്ടുകുത്തി. long prayer he knelt down on the rock. യേശുവിന്റെ കൈകളും ആ പാറയിൽ കുത്തി. His knees were also there. His ഇതൊന്നും അറിയാതെ കൂടെയുള്ളവർ ഉറങ്ങുകയാണ്. the others are sleeping without knowing it. ആമേൻ. Amen. നമുക്കിവിടെ ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി എന്ന രണ്ട് പദങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കണം. We have to learn two words, humanity and divinity. ഈ സംഭവം നടക്കുമ്പോൾ When this was happening, ഗെത്സമനയ്ക്ക് ചുറ്റും പിശാചിന്റെ 100 കണക്കിന് റെജിമെന്റുകൾ പാളയമടിച്ചു കഴിഞ്ഞു. Satan, when all his enemies were all around Gethsemane, പറഞ്ഞു, ഇവിടുന്ന് അവൻ എഴുന്നേൽക്കരുത്. pray he should not get up from here. ഒരു നിമിഷ നേരം 1 minute. യേശു പറഞ്ഞു, Jesus said, പിതാവേ, oh Father, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. if possible remove the cup from me. അത് യേശുവിന്റെ മനുഷ്യത്വമാണ്. That is the humanity of Jesus. അപ്പോൾ പിശാചെല്ലാം കൂടെ തുള്ളിച്ചാടി. Oh, Satan was പറഞ്ഞു, excited. രക്ഷപ്പെട്ടു. Oh, you അവൻ did it. തോറ്റുപോയി. He is defeated. അടുത്ത നിമിഷം Next minute, അവൻ നിർത്തുന്നതിന് മുമ്പ് before he stopped, യേശു പറഞ്ഞു, Jesus said, എങ്കിലും hallelujah. But Lord, എങ്കിലും even then Lord, എന്റെ ഇഷ്ടമല്ല. oh, not my will. Hallelujah. നിന്റെ ഗീതം Praise the Lord.
പോലെ എന്നെ Oh Lord, just like your will. നിത്യം തീരണമേ. എന്റെ ഗീതം Not my will. പോലെ അല്ലേ. Don't lead me according to my എൻ will. പിതാവേ Father, എൻ യഹോവേ my God, according to your will. നിന്റെ ഗീതം പോലെ എന്നെ All according to your will. നിത്യം നടത്തിയിടണമേ. ഈ ഗാനമുണ്ടായത് ആ വാക്കിൽ നിന്ന്. It is from that word this song came. കർത്താവ് പറഞ്ഞു, കർത്താവ് എന്റെ ഇഷ്ടമല്ല, Jesus said, Lord, not my will, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. that your will be done. പിശാച് പറഞ്ഞു, വിടരുത്. Satan said, don't let him. സാത്താൻ ചാടി. He's jumped. അടുത്ത നിമിഷം Next minute. യേശു കഠിന വേദനയിലായി. Jesus was in pain. യേശു He പ്രാണവേദനയിലായി. was in pain for മത്തായി life. 26:38 പറയുന്നവൻ മരണവേദനയിലായി. Matthew 26, he said he was in ലൂക്കോസ് 22:42 പറയുന്നവൻ Luke പ്രാണവേദനയിലായി. 22:42 says he was despair of life. എല്ലാ വേദനയും ഒരുമിച്ചാണ്. All pain came together. മരണവേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, You do not know the pain. of death. എനിക്കറിയില്ല. I don't know. പിന്നെ ആർക്കറിയാം? Who knows? മരിച്ചേച്ച് തിരിച്ചു വന്നവൻ അറിയാം. The one who died and came back. മരിച്ചിട്ട് തിരിച്ചു വന്നവൻ അറിയാം മരണവേദന എന്താണെന്ന്. Only Jesus knows because he Yes. died and came back. മരണവേദനയിലായി. He knows the pain of death. ഈ സമയത്ത് This time, എല്ലാവരും ഉറങ്ങി, everybody was sleeping. എല്ലാവരും പോയി. Everybody is gone. അപ്പം തിന്നവരെവിടെ? Where are the ones who ate food? സൗഖ്യമായവരെവിടെ? Where are the healers? ആരുമില്ല. Nobody. ഒറ്റപ്പെട്ടവനായി As one who is ഈ alone, സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി. an angel came. ഒരു കാര്യം ഉറപ്പ് പറയാ, One thing I tell you, നിനക്ക് സഹിക്കാൻ പറ്റാത്ത രംഗം വരുമ്പോൾ, when things come, when you can't നിനക്ക് bear it, സഹിക്കാൻ പറ്റാത്ത രംഗം വരുമ്പോൾ, when it comes where you can നിന്നെ bear it, ഒറ്റയ്ക്കാക്കത്തില്ല എന്റെ ദൈവം. my God will not let നിന്നെ you alone. ഒറ്റയ്ക്കാക്കത്തില്ല എന്റെ He ദൈവം. will not let you alone. ദൂതനെ ഇറക്കുന്നവനാ, He will send angels. ദൂതനെ ഇറക്കുന്നവനാ, He will send angels. ദൂതനെ ഇറക്കുന്നവനാ. He will send angels. യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ You know the sweat of Jesus. രക്തത്തുള്ളികൾ പോലായി. It became like blood. ഞാൻ 10-ലധികം ഡോക്ടേഴ്സിനെ കാണാൻ പോയി ഈ പ്രസംഗം തയ്യാറാക്കിയപ്പോൾ. After making this message, I went to see more than 10 doctors. ഞാൻ ഈ ഡോക്ടേഴ്സിനോട് ചോദിച്ചു, അതുകൂടാതെ മൈക്രോബയോളജിസ്റ്റ്, രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ലാബ് ടെക്നീഷ്യൻസ്, റിസർച്ച് ചെയ്യുന്ന പലരെയും കാണാൻ പോയി. I went to see a lot of lab technicians, those who research in blood. അവരോട് ഞാൻ ചോദിച്ചു, I asked them, മനുഷ്യന്റെ വിയർപ്പ് വരുന്ന സ്ഥലത്തൂടെ രക്തം വരുന്നത് എപ്പോഴാണ്? how can blood come through the pores through which sweat come? ഞാൻ ചോദിച്ചു അവരോട്. I asked them. പലരും പറഞ്ഞു, Many people ഞങ്ങൾ said, അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. we have not learned. എന്നാൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ അതൊന്ന് നോക്കിയിട്ട് പറയാം. Some people said, let's see how we can. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു തന്നു, They told me രണ്ട് കാരണങ്ങൾ, ഒരുപാട് കാരണം പറഞ്ഞു, അല്ലെങ്കിൽ പ്രധാന രണ്ട് കാരണങ്ങൾ. many reasons why it can happen. Two things. ഒരു ടോക്സിക് എനർജി, ഒരു വിഷം അവരുടെ ഉള്ളിൽ കടക്കുമ്പോൾ, അല്ലെ ഒരു പാമ്പ് കടിക്കുകയോ അല്ലെങ്കിൽ ഒരു വിഷാംശം അവരുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അവരുടെ നെർവസിനകത്ത് സംഭവിച്ചിട്ട് രോമകൂപങ്ങളിലൂടെ, മൂക്കിലൂടെ, വായ്ക്കകത്തൂടെ, കണ്ണിനകത്തൂടെ, ചെവിയിലൂടെ രക്തം പുറത്തു വരാം. If a toxic substance gets inside a man's body, it can come out through all this, through the nose, ears, and all these things. രണ്ട്, Two, അവരുടെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കോ ശരീരഭാഗങ്ങളിലേക്കോ രക്തം കൊണ്ടുപോകുന്ന കുടലുകൾ പൊട്ടിയാൽ, if the blood vessels break, ഇതിൽ രണ്ടിലേതോ ഒന്ന് one of these things യേശുവിന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. happen inside Jesus. പിശാച് പറഞ്ഞു, Satan said, അറ്റാക്ക് ആയിരിക്കും, it may be an attack. ഭയങ്കര അറ്റാക്കാണ്, It was an attack. ഇവന്റെ ശവം നമുക്ക് ഗതസമനിൽ അടക്കണം. We will bury him in Gethsemane. ഈ രീതിയിൽ ഇന്ന് ആർക്കെങ്കിലും സംഭവിച്ചാൽ, If something like that happens to somebody today, നമ്മൾ ആ സെക്കൻഡിൽ അവരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകും. at that moment we'll take them to super specialty. എമർജൻസിയിൽ കയറും, Go into the emergency. പെട്ടെന്ന് അവരെ ഐസിയുവിലേക്കോ Suddenly they'll be taken to the ICU. അവരെ കൊണ്ടുപോകും. They'll be taken. എന്നിട്ടൊരു നിബന്ധന വെക്കും, They will put a condition. 48 മണിക്കൂർ 48 hours ഒബ്സർവേഷൻ ഇരിക്കട്ടെ. observation. ഈ സമയത്ത് At this time, ഭാര്യയോ wife, കുഞ്ഞുങ്ങളോ children, വേണ്ടപ്പെട്ടവരോ anyone related, ആരും അകത്ത് പോകരുത്. nobody should go inside. ചെക്ക് ബുക്കും കാണിക്കില്ല. Don't show them the checkbook. ആമേൻ. സാമ്പത്തിക ഇടപാടൊന്നും പറയരുത്, No കാരണം financial. അറ്റാക്ക് സംഭവിച്ചിരിക്കുക. Because an attack has come. ഇതാണ് ലോകം. This is the world. പിശാച് ആ കൂട്ടത്തിലാ. Satan is part അവൻ of it. പറഞ്ഞു എഴുതക്കത്തില്ല, ഗതസനെ നമ്മൾ ശവം അടക്കും. He wants to bury in Gethsemane. നിവർത്തിയായി എന്നൊക്കെ ഇനി പുള്ളി പറയാൻ പറ്റത്തില്ല. Jesus should not say. ജീവനോടെ ഉണ്ടോ വേണ്ട പറയാൻ. If Jesus is ശവം alive, ഇവിടെ അടക്കും. but we will bury him. അവൻ തീരുമാനിച്ചു. He decided. അവൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ When he was deciding, എന്റെ യേശു ചാടി എഴുന്നേറ്റു. Jesus stood up. പിശാച് ഞെട്ടി.
Satan came. പിശാച് ഞെട്ടി. Satan was scared. അറ്റാക്ക് വന്ന് ഇത്രയും ഭയങ്കരമായിട്ട് അറ്റാക്ക് വന്നിട്ട് ഇതുവരെ ആരും എഴുന്നേറ്റിട്ടില്ല. Even if such a heart attack has come, nobody has got up. യേശു നടക്കാൻ തുടങ്ങി. Jesus began to walk. മുമ്പോട്ട് പോകാൻ തുടങ്ങി. He began to walk forward. പിശാച് അടിയന്തര മെസ്സേജ് കൊടുത്തു. Again, another committee meeting. കെത്രോൻ ആളിനെ കൂട്ട്. Oh, call all the people. കെത്രോനെ കൂട്ട്. Call. കെത്രോൻ തോട്ടം. Oh, come to Kidron. അവിടെ കൂട്ട്. Call the people there. അവിടെ യൂദായെ കൊണ്ടുവരണം. Bring Judas there. ഒന്നാമത്തെ അറ്റാക്ക് വീണില്ലെങ്കിൽ If he doesn't fall in the first attack. അവൻ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോ വീണത് രണ്ടാമത്തെ അറ്റാക്ക്. മനസ്സിലായോ? ഓ, മനസ്സിലായോ? സ്തോത്രം. ഒന്നാമത്തെ വീണില്ലെങ്കിൽ If he doesn't fall in the first attack. സ്നേഹിക്കുന്നവനെ കൊണ്ട് ചുംബനം കൊടുപ്പിച്ച് രണ്ടാമത്തെ അറ്റാക്ക് കൊടുക്കും. The second attack will come through kisses, through love. Judas. അതിനുള്ള ക്രമീകരണം ചെയ്തു. Satan did the next thing. ആൾക്കാരെ കൊണ്ടുവന്നു. He brought the people. യേശുവിനെ തകർക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. Or whoever was supposed to destroy Jesus, he planned it. യേശു ഒരു കാര്യം തീരുമാനിച്ചു. Jesus decided. എന്നെ തകർക്കാനാണ് നീ കെത്രോൻ തോട് ഒരുക്കുന്നതെങ്കിൽ If you have prepared Kidron to destroy me, ഞാൻ അവിടെ ഒരു ക്രൂസൈഡ് തന്നെ ആക്കും. I will make a crusade there. അതിനുവേണ്ടി പത്രോസിനെ ഹൃദയത്തിൽ So ഒരുക്കി. Peter was getting ready. അവന്റെ വാള് റെഡിയാക്കി. His sword was ready. അതുകൊണ്ടാണ് കർത്താവ് വെട്ടാൻ സമ്മതിച്ചത്. That is why God allowed Peter to cut Malchus' ear. പത്രോസ് വെട്ടിയത് മൽക്കോസിനെ അല്ല. Actually, Peter did not cut Malchus' ear. അവിടെ ബൈബിളിൽ അത് എഴുതിയിട്ടില്ല. The Bible doesn't say പക്ഷെ that. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, But I tell you, ഒരു തെറ്റും ചെയ്യാത്ത മൽക്കോസിനെ എന്തിനാ വെട്ടുന്നത്? why should you hit Malchus who did no mistake? പത്രോസ് യൂദായിട്ടാ വെട്ടിയത്. Actually, it was to Judas that പക്ഷെ Peter. വാള് തിരിച്ചു വിട്ടത് കർത്താവാ. But God turned the blade this way. എന്തുകൊണ്ട് യൂദായെ വെട്ടിയില്ല? Why did he not cut Judas? തൂങ്ങിച്ചാകാനുള്ളവനെ വെട്ടിക്കൊല്ലുന്ന എന്തിനാ? Praise the Lord. Oh, it's prophetic. ഓ, അതുകൊണ്ടാണ് എന്ത് തെറ്റ് ചെയ്താലും ചിലരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ആമേൻ. അവനെ വിടണം ദൈവത്തിന്. അവൻ തെറ്റ് ചെയ്യട്ടെ. Keto. Did you hear? ഓ, ശബനസ്യ. Don't go and destroy or punish somebody who is in the mistake. Let God handle them. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, Some people have asked. ഇത്രയൊക്കെ പാസ്റ്റർ ചെയ്തിട്ട് പാസ്റ്റർ ഒന്നും ചെയ്യാത്തെന്ന്. After having so much to pastor, why didn't you do anything? ഞാൻ മറുപടി പറയുന്നു, I said, തൂങ്ങിച്ചാകാനുള്ളവനെ ഞാൻ എന്തിനാ വെട്ടിപ്പല്ലുന്നേ? oh, why should I destroy someone who is ready to get, who is hard? നമ്മൾ ശിക്ഷിക്കരുത്. Don't judge. ദൈവം അവന്റെ ശിക്ഷ നിയമിച്ചിട്ടുണ്ട്. God has already planned. ദൈവം ഒരാൾക്ക് ശിക്ഷ നിയമിച്ചിട്ടുണ്ടെങ്കിൽ If God has planned അവരെ something, നമ്മൾ ശിക്ഷിക്കരുത്. we should not punish them. അത് കുറഞ്ഞു പോകും. The punishment will come down. ഹല്ലേലൂയ. Hallelujah. യൂദായ്ക്ക് എങ്ങനെ ശിക്ഷ നിയമിച്ചിരിക്കുന്നത്? What was Judas' reward? അവൻ കയറ് വാങ്ങും, He will buy a rope. അതേ കെട്ടി തൂങ്ങും. He will hang on it. അത് പഴയ കയറായിരിക്കും. That's old. അത് പൊട്ടിപ്പോകും. That will break. കാലുകുത്തി വീഴുകയില്ല. He will not fall down. തലകുത്തി വീഴും. He will fall എങ്കിലും headlong. തല പൊട്ടുകയില്ല. The head will not break. ഇതെല്ലാം തിന്ന വയറ് പൊട്ടും. All that, the stomach will break. ആമേൻ. Amen. സൂപ്പർ നാച്ചുറൽ ഡെത്താമനെ വെച്ചിരിക്കുന്നേ. Supernatural ആമേൻ. judgment. ആമേൻ. Amen. അതുകൊണ്ട് മൽക്കോസിന് നേരെ വാൾ വിട്ടു. So Malchus, he took the sword. യേശുവിനെ രണ്ടാമത്തെ അറ്റാക്കിന് വേണ്ടി തീരുമാനിച്ചെടുത്ത് പിശാചിനും അവന്റെ കൂടെയുള്ളവർക്ക് അറ്റാക്ക് കൊടുത്തോണ്ട് യേശു അവനെ സൗഖ്യമാക്കി. Jesus healed Malchus by giving a shock attack to Satan, who brought the second attack. അവരോട് യേശു ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? And then Jesus said, who are you looking for? അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. He said, Jesus of Nazareth. അത് ഞാനാന്ന് പറഞ്ഞു. I am that Jesus. മുഴുവനെണ്ണം താഴെ പോയി. 3 people came under power. സ്ലേയിങ് അവിടാണ് ആരംഭിച്ചത്. That is where coming under the power started. ആമേൻ. Praise the Lord. ആമേൻ. Praise the Lord. യേശുവിന്റെ മുമ്പിൽ വന്നവർ വീണു. Those who come, ഹല്ലേലൂയ. fell down. ഹല്ലേലൂയ. Hallelujah. ചുരുക്കി പറഞ്ഞാൽ അത് വമ്പൻ ക്രൂസൈഡ് ആയിരുന്നു. It is a big crusade. ആമേൻ. Amen. പിശാച് പറഞ്ഞു, Satan said, നമുക്ക് തെറ്റിപ്പോയി. we made a mistake. ഈ again. യൂദായും യേശുവായിട്ട് നല്ല സീറ്റിംഗിലല്ല. Judas and Jesus are not in. അതുകൊണ്ടാണ് അങ്ങേ രുറ്റി കൊടുത്തിട്ട് ഈ പുള്ളിക്ക് അറ്റാക്ക് വരാഞ്ഞേ. That is why when Judas gave up, nothing happened. അതുകൊണ്ട് ഞാൻ വേറെ പണി ചെയ്യാം. So I'll tell you another ഈ thing. പുള്ളി സ്നേഹിക്കുന്ന ഒരു കക്ഷിയുണ്ട്. There's another guy he loves. അവനെ കൊണ്ട് തള്ളി പറയിപ്പിക്കണം. I will make that fellow to push him. അവിടെ അവൻ വീഴും. There Jesus will fall. അതുകൊണ്ട് മഹാപുരോഹിതന്റെ അകത്തളത്തിൽ പത്രോസിനെ കൊണ്ട് യേശുവിനെ തള്ളി പറയിപ്പിക്കാൻ തീരുമാനിച്ചു. So Peter was tempted. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. തള്ളി പറഞ്ഞവൻ പൊട്ടിക്കരഞ്ഞു, യേശു ജയിച്ചു. ആമേൻ. The one who pulled Jesus down, he cried, Jesus won. സന്തോഷമുള്ളവർ ദൈവത്തെ Are you സൂചിച്ചാൽ happy? സന്തോഷമുള്ളവർ ദൈവത്തെ Are സൂചിച്ചാൽ you happy? യേശുവിനെ തള്ളി പറഞ്ഞാൽ തള്ളി പറഞ്ഞവൻ പൊട്ടിക്കരയും, യേശു ജയിക്കും. If you pull down Jesus, nothing will happen to him. The one who pulled down will cry, Jesus will be. എനിക്ക് എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റില്ല. I can't go everywhere. ഞാൻ എന്റെ അവസാന ഭാഗത്തേക്ക് വരാം. Finally, let me say, പിശാച് ഒരു കാര്യം തീരുമാനിച്ചു. Satan decided something. ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ പുള്ളി മരിക്കുന്നില്ല. This fellow is not defeated. എന്തായാലും നിവൃത്തിയായി എന്ന് പറയിപ്പിക്കല. Whatever it is, I will not let him say it is done. അവിടെ ചെന്ന് നിവൃത്തിയായി എന്ന് പറയിപ്പിക്കല. I will not make him to go on the cross and അതിനിടയ്ക്ക് വെച്ച് ശവം അടക്കണം. in between I must bury him. അതുകൊണ്ട് So അടിക്കാം, I will beat him. അടിക്കാം.
will beat him. പീലാത്തോസിന്റെ കൽത്തളത്തിൽ, ഗബദ എന്ന കൽത്തളത്തിൽ വെച്ച് അടിക്കാം. I will beat him in Gabada where Pilate beats people. അതുകൊണ്ടാണ് ഈ പിശാചിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊട്ട പിശാച് എന്ന് പറയുന്നത്. That is why I call Satan a foolish fellow. ഈ പണ്ട് ആദിവാസികൾക്ക് ആമയെ കിട്ടി, ആമ. In olden days, you know, the tribals in Kerala, they got a tortoise. ആമ. Ama. ഈ ആമയെ അവർ ആദ്യമായിട്ട് കാണുക. The first time they are seeing the tortoise, അവർ നോക്കുമ്പോൾ ഒരു തോട് മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. they see only a shell. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവിളി വരും. Once in a while the head comes out. ചില വിശ്വാസികളെ പോലെ, Some believers. ഞായറാഴ്ച മാത്രമേ തലവിളിയിലിട്ടുള്ളൂ. Sundays they will come. അവരുടെ പേരാണ് ആമവിശ്വാസി. They are known as tortoise believers. ഹല്ലേലൂയ. Hallelujah. ഇട ദിവസം ഒന്നും തല കാണുകയല്ലോ. In between you won't see them. അമ്മ ഞാൻ ആ ഭാഗം വിടുകയാണ്. I'm leaving that place. എന്തായാലും ഈ ആമയെ കുറിച്ച് ഇവര് പറഞ്ഞു, They said about the tortoise, നമുക്കിതിനെ ചുട്ടു തിന്നാം. let us roast it and eat it. ആമ ഇത് കേൾക്കുന്നുണ്ട്. The tortoise അപ്പൊ is വേറെ listening. ആദിവാസി പറഞ്ഞു, Another person നമുക്കിതിനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് പുഴുങ്ങി തിന്നാം. we will break it into pieces and eat. അങ്ങനെ ഒരുപാട് അഭിപ്രായം പറഞ്ഞപ്പോൾ So many things. ആമ തല വെളിയിലോട്ടിട്ടു. The tortoise put his head ആമ down. പറഞ്ഞു, The tortoise said, എങ്ങനെ വേണേലും തിന്നു, eat me in any way. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ശിക്ഷയുണ്ട്. From the day we were our forefathers, there is a punishment which we take. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത We don't like it. വെള്ളത്തെ മുക്കി കൊല്ലല്. Don't drown us in water and kill us. അവര് പറഞ്ഞു, They said, എങ്കിലും അങ്ങനെ തന്നെ കൊല്ലും. then I will kill you exactly like അങ്ങനെ that. ആമയെ വെള്ളത്തിൽ മുക്കി They drowned the tortoise. ആമ പോയി. The tortoise escaped. എന്ന് പറഞ്ഞ പോലെ In the same ഈ way, പൊട്ട പിശാച് പറഞ്ഞു, this foolish Satan said, യേശുവിനെ അടിക്കാം, let us beat him. നമ്മളിന്ന് ഡാൻസ് ചെയ്യാൻ പോവാ. We are going to dance ആ now. പിശാചിനെ പറ്റിയ അബദ്ധം, That's a mistake. യേശുവിനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ When Jesus അവന്റെ began to beat- അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരാൻ തുടങ്ങി. by his stripes we were healed. യേശുവിനെ കൊല്ലാൻ വേണ്ടി അവൻ അടിച്ച അടികളല്ല, നമുക്ക് സൗഖ്യമായി, നമുക്ക് സൗഖ്യമായി, നമുക്ക് സൗഖ്യമായി, നമുക്ക് സൗഖ്യമായി. Glory. Every stripe which Satan laid on Jesus became healing for us. യേശുവിനെ തകർക്കാൻ വേണ്ടി അടിച്ചതാ, Oh, it was to destroy Jesus. യേശുവിനെ കൊല്ലാൻ വേണ്ടി അടിച്ചതാ. It was to kill Jesus. ആ അടികളാണ് ക്യാൻസർ സൗഖ്യമാക്കിയത്, Today cancer is healed because അതാണ് of that. ലുക്കീമിയ സൗഖ്യമാക്കിയത്, That is what heals leukemia. അതാണ് ട്യൂമർ മാറ്റിയത്, That is what removed tumor. അതാണ് അസ്ഥിരോഗം മാറ്റിയത്, That is what removed the skin. അതാണ് നിന്റെ രോഗം സൗഖ്യമാക്കിയത്. That is your സന്തോഷിക്ക, Believe. സന്തോഷിക്ക, Believe. സന്തോഷിക്ക, happy. സന്തോഷിക്ക. Be happy. അവന്റെ അടിപ്പിണരുകളോ By his stripes we are healed. Glory. Hallelujah. Oh, hallelujah. എനിക്ക് മെസ്സേജ് വെളിപ്പെട്ടപ്പോൾ, When this message was revealed to me, ദൈവം എനിക്ക് എന്നോട് സംസാരിച്ചപ്പോൾ, when God spoke to me, ഞാൻ എന്റെ വീട്ടിനകത്തൂടെ ഞാൻ ഇത് ഓടാനും ചാടാനും I തുടങ്ങി. began to jump and dance. ഓ in my home. കർത്താവിന്റെ ആ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for that grace. Hallelujah. പിശാച് അവനെ കൊല്ലാൻ വേണ്ടി അടിച്ചതാ. Jesus tried to beat. യേശുവിന്റെ രക്തം പുറത്തു വന്നിട്ട് യേശു ചാകാൻ വേണ്ടി അടിച്ചതാ. He wanted to kill Jesus. ആമേൻ. But പക്ഷെ ഓരോ അടികളും നമുക്ക് സൗഖ്യമായി മാറി. every beating became a healing for us. Glory. അത് പാസ്റ്റ് ടെൻസാ. That is the past tense. അത് മുൻകാല പ്രാബല്യത്തോടെ നിലവിലുള്ളതാ. It is something there, already there, but now it is in effect. അതായത് നിങ്ങൾക്ക് ബോണസ് അനുവദിച്ചിരിക്കുന്നു. That means bonus is given to അത് you. നിങ്ങൾ അമേരിക്ക വന്ന് ജോലി ചെയ്ത കാലം മുതലുള്ള ശമ്പളത്തിന് മുൻകാല പ്രാബല്യത്തോടെ ബോണസ് അനുവദിച്ചിരിക്കുന്നു. That is a bonus for you. ആമേൻ. Amen. അമേരിക്ക വന്ന കാലം മുതൽ ജോലി ചെയ്ത ശമ്പളത്തിനൊത്തവണ്ണം മുൻകാല പ്രാബല്യത്തോടെ ബോണസാ. It is a bonus from the time you came to America, including your wages. It is a bonus. അങ്ങനെയാണെങ്കിൽ നീ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള സകല രോഗങ്ങൾക്ക് സൗഖ്യം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന രോഗത്തിനുള്ള സൗഖ്യമായി എന്റെ യേശുവിന്റെ അടിപ്പിണരുകൾ സൗഖ്യത്തിനായി വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. Every disease you had from the time you were a baby, even till the time of your death, by the stripes of Jesus, you are healed. വന്ന രോഗമല്ല Not what has come. മോനെ, വന്ന രോഗമല്ല. Not what has come. നീ സൗഖ്യമായതുകൊണ്ട് മാത്രം സന്തോഷിക്കാതെ ഒന്നുകൂടെ സന്തോഷിക്കാൻ. Be happy one more way. ഇനി നിനക്ക് വരാൻ പോകുന്ന രോഗത്തിനും അവൻ സൗഖ്യം മുൻകാല പ്രാബല്യത്തോടെ വെച്ചിരിക്കുക. Even if you are going to have disease, Jesus has already healed you. എത്ര പേർക്ക് മനസ്സിലായത്? How many people are? എത്ര പേർക്ക് മനസ്സിലായി? How many people understand? സൗഖ്യമായത് മാത്രമല്ല, Not only that you are അവന്റെ healed. അടിപ്പിണരുകളാൽ, By അവന്റെ stripes. അടിപ്പിണരുകളാൽ By stripes. സൗഖ്യം വന്നിരിക്കുന്നു. It has come. അത് ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, Not only in the past tense. അല്ല പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. It is said in the past tense. പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. It is said in the past. എന്നാൽ ഭാവി കാലത്തിനൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. But even for the future, ആമേൻ. that is done. Amen. ഇനി വരാൻ പോകുന്ന രോഗത്തിനും. Even for that to come. ഓ മൈ ഗാഡ്. ഈ ലൈറ്റ് എത്ര പേർക്ക് കത്തി?
How many people understand ഈ this? ലൈറ്റ് എത്ര പേർ അകത്ത് കത്തി? How many people know this? ഓ അപ്രമശന്തനി ബബാല ബസ്തകൽ കമന ഹംചമന റംധന ബൗഡ Udambara lidira suraba karasara. Ararababa shantaras. Glory. ശരീരം മുഴുവൻ അടിച്ചു നുറുക്കി. His whole ശരീരം മുഴുവൻ body അടിച്ചു നുറുക്കി. was broken. തലയിൽ മുൾക്കിരീടം വെച്ചു. Oh, they put a crown of thorns on him. ഇതെല്ലാം ചെയ്തിട്ടും After all this, യേശു മരിച്ചില്ല. Jesus did not die. അവർ തമ്മിൽ പറഞ്ഞു, They said to themselves, ഇതെന്തൊരു ജന്മമാ, what a birth. എന്തൊരു ജന്മമായി, What a birth is this? ഇത്ര അറ്റാക്ക് ഉണ്ടായിട്ട് So many attacks. ഇവരെല്ലാം തള്ളി പറഞ്ഞിട്ട്. After everybody pushing him away. അതാ ക്രിസ്ത്യാനി, That is അതാ a Christian. ക്രിസ്ത്യാനി, അതാ ക്രിസ്ത്യാനി, That is a അതാ Christian. ദൈവ പൈതൽ. That is a ഓ, Christian. ആരേലും തള്ളി പറഞ്ഞാലും ആരേലും ചിരിച്ചില്ലെന്നും ആരേലും കൊഞ്ഞണം കാണിച്ചെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് അല്ല ദൈവ പൈതൽ. Glory. Glory. Hallelujah. Praise the Lord. Amen. Praise the Lord. Amen. Amen. Hallelujah. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ കണ്ടപ്പം ചിരിച്ചില്ലെന്ന്. Last week when pastor saw me, he didn't smile. ഞാൻ പോവാ, I'm leaving the church. ഈ ഫിലദൽഫിയായി ചിരിക്കുന്ന പാസ്റ്റർ ഉണ്ടോ എന്ന് ഞാൻ നോക്കണം. Let me see if there is a smiling pastor in Philadelphia. ചിരിക്കുന്ന മാത്രമല്ല, ചിരിച്ചു കൊല്ലുന്ന പാസ്റ്റർ വരെയുണ്ട്. Oh, there are smiling, killing pastors in Philadelphia. അതൊന്നും അല്ല നമ്മുടെ വിഷയം. Our point is not that. ഒരു കാര്യം ഓർത്തോണം, Remember one thing. താൽക്കാലികമായി കാണുന്നതിന്റെ പേരിൽ നിൽക്കുന്നതല്ല ക്രിസ്ത്യാനിത്വം. Christianity is not on temporal things. ഇത് തീക്കകത്ത് കുരുത്തതാ. This is burn in fire. Woo! Hallelujah. ആമേൻ. Hallelujah. ഈ യെരമ്യാ പ്രവചനത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുശവന്റെ വീട്ടിലോട്ട് പോവാൻ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന്. Jeremiah 18 says, come to the potter, I'll teach you there. നിങ്ങൾക്ക് വല്ല അറിയാം എന്താ പഠിപ്പിച്ചെന്ന്? You know what he taught? എന്തോന്നും അല്ല, മനസ്സിലായോ? Did you understand? ആ ചക്രത്തിൽ ഇരുന്ന് കറങ്ങുന്ന അതൊക്കെ പോട്ടെ, എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല. ഒരെണ്ണം മാത്രം പറയാം. One thing I'll tell you. നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഇനി സമയമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. There is time for all this. ഈ മൺകലം This vessel, ചുട്ടെടുക്കുന്നത് to burn it and take it. 365 ഡിഗ്രി സെന്റിഗ്രേഡിൽ. It is at 365 degrees മറന്നു centigrade. പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിയോ, 365 ഡിഗ്രി സെന്റിഗ്രേഡിൽ. 365 degrees centigrade. മോളെ, വെള്ളം തിളയ്ക്കുന്ന എത്ര ഡിഗ്രിയിലാ? What temperature does the water boil? എത്ര ഡിഗ്രിയിലാ പറഞ്ഞേ? 100. 100 ഡിഗ്രിയിലാ. 100 അപ്പൊ ഈ degrees. കലത്തിനകത്ത് വെള്ളം വെച്ച് So in the pot you put water. അടി തീ കത്തിച്ചിട്ട് When the fire is there, പിശാച് പറയാ, Satan is saying, ഇരിക്കടാ, sit down. തിളയ്ക്കുന്നവരെ ഇരിക്കും, Wait till you boil. ചൂട് കൊള്ളു, നീ Get some heat. ഉടനെ കലം ചിരിയോട് ചിരി. You know this thing is happy. ഈ പൊട്ടൻ അറിയാവോ 365 എന്നെ ചുട്ടെടുത്തേന്ന്? This fool doesn't know at 365 degrees I was burned. എന്നെ 365 ചുട്ടെടുത്താ നീ പൊട്ടൻ അറിയാവോ? The vessel knows ഈ വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി മതി. only 100 degrees is enough to boil the water. ഇനി ഈ പിശാചിനെ പറ്റാൻ പോകുന്നത്, What is going to happen to ഇവൻ Satan? 150 ഡിഗ്രി വെച്ചാൽ 150 degrees. ഞാൻ മാത്രമേ കാണുള്ളൂ, നിന്റെ വെള്ളം പോകും. Only I'll be there, the water will be gone. മനസ്സിലായോ? You understand? മോശവന്റെ വീട്ടിലോട്ട് വാ, ഞാൻ പഠിപ്പിച്ചു തരാം. Go to the potter, I'll teach you. മനസ്സിലായോ? മനസ്സിലായോ? ഇത് ആവിയായി പോകും. This will just അവന്റെ go. വെള്ളവും പോകും, എല്ലാം പോകും. കാലത്തിനൊരു ചുക്കും പറ്റുകയില്ല. അവൻ 365 വന്നതാ. He came to 365. തീക്കകത്ത് കുരുത്ത് വെയിലത്ത് പാടുവോ? The message is this. സ്തോത്രം. You have been created and made സ്തോത്രം. at such a high degree of flame. How can simple things break you? Al- You are not a Christian if simple things disappoint you and take you away. പറഞ്ഞാട്ടെ, ഞാൻ അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനിയാ. I am a Christian like ഞാൻ that. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനിയാന്ന് I am a പറഞ്ഞാട്ടെ. Christian like that. ആമേൻ, ഞാൻ അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. I am a Christian like that. ഹല്ലേലൂയ. Hallelujah. ധൈര്യമായിട്ട് പോണം. Go forward in faith. സഭയെ ബലപ്പെടുത്താൻ കർത്താവ് എന്നെ അയച്ചേ. God has sent me to strengthen the church. ഈ സഭയെ കർത്താവ് ഉയർത്തുന്നത് പറയാനാ ദൈവൻ അയച്ചത്. God has sent me to tell you, God will lift this church. Jesus name നമ്മൾ be ഒറ്റ glorified. കെട്ടാണ്. We are one. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? You know something? വെള്ളം കോരി ഒരാളുടെ തലയിൽ ഒഴിച്ചാൽ ഒരാൾ ചാകുകയില്ല. If you pour water on somebody's head, he won't die. ചാകും. ഒരാളുടെ തലയിൽ ഒഴിച്ച വെള്ളം കോരി If you pour water on somebody, will he die? ഒരാളുടെ ദേഹത്ത് കുറച്ച് മണ്ണ് മാരിയിട്ട് ചാകും. Put some soil on somebody, will they die? കൊശവന്റെ വീട്ടിലോട്ട് പോവാ, പഠിപ്പിച്ചു തരാമെന്ന്. Go to the potter, will എന്നാൽ ആ വെള്ളവും but that water, ഈ മണ്ണും കൂടെ this soil, കുഴച്ച് he mixes it ചുട്ട് together, he burns it, ഒരു ഇഷ്ടിക ഉണ്ടാക്കി he made a brick, ഒരു ഏറ് വെച്ച് കൊടുത്താൽ you throw with that, അന്നേരം അവൻ ചത്തുപോകും. he will die. Glory. കൊശവന്റെ വീട്ടിലോട്ട് വന്ന് ഞാൻ പഠിപ്പിക്കാമെന്ന്. Come to the potter, I'll teach you. That's വല്ല prophetic for മനസ്സിലായോ? the church. ഈ വെള്ളം വെള്ളമായിട്ട് നിന്നാലും, If the water stands as water, മണ്ണ് മണ്ണായിട്ട് നിന്നാലും if the sand stands as sand, ശരിയാകത്തില്ല. it won't work. ഈ കൈയും കൊണ്ടുവാ,
Bring this hand. ആ കൈയും കൊണ്ടുവാ, Bring this hand. ഈ കൈയും കൊണ്ടുവാ, Bring this hand. ഈ കൈയും കൊണ്ടുവാ. Hallelujah. ഈ വെള്ളവും മണ്ണും കൂടെ ഒന്നിച്ച് നിന്നാൽ ഞങ്ങൾ ഇഷ്ടികയാകും. Hallelujah. എറിയുന്നത് വീഴും. Hallelujah. സന്തോഷത്തോടെ. Glory. What a word. Amen. Praise the Lord. Amen. 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 ബലപ്പെട്, ശക്തിപ്പെട്. Be strong in the Amen. Lord. ഭാര്യ വെള്ളമാണെങ്കിൽ ഭർത്താവ് മൺപൊടിയാ. If the wife is രണ്ടും കൂടെ water. ഒരുമിച്ച് കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കിയാൽ പിശാചിനിട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുക്കണം. Amen. What a wonderful word again. Husband is water, wife is like mud. Come together as a brick, throw at Satan, he will run away. Amen. Hallelujah. 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 സ്തോത്രം. Otram. സമയമില്ല. Amen. നമുക്ക് ഇന്ന് രാത്രിയുണ്ട്. Tonight. Amen. We have a ബാക്കി meeting. നമുക്ക് കൺക്ലൂഷനാ. Praise the Lord. Last night conclusion. Hallelujah. Hallelujah. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. Let me stop. അവസാനം പിശാച് തീരുമാനിച്ചു, Satan said, ഈ പുള്ളി ചാകുന്നില്ല. this fellow is not dying. ഒരു കാര്യം ചെയ്യാം, We'll do one thing. നല്ല ഒരു വെയിറ്റ് തലയെ വെച്ച് കൊടുത്താൽ I'll put a good weight on his head. ഈ ഇത്രയും സംഭവിച്ച ഒരാള് ഭാരമെടുത്താൽ ചത്തു. So much of thing, if a person takes weight, he will die. അതുകൊണ്ടാണ് ഈ ഐസിയുലൊക്കെ കിടക്കുന്നവർക്ക് ഒരു ഭാരം ഉണ്ടാകരുതെന്ന് That പറയുന്നത്. is why those who are in the ICU, don't give them any weight. അതുകൊണ്ടാണ് ഒരു ഭാരം. അതുകൊണ്ട് പ്രത്യേകം പറയും ഭാര്യ അകത്തോട്ട് കയറ്റി വിടരുത്. Especially those who are in the ICU, people say, don't let your wife inside. Hallelujah. Amen. A man who is in ICU, if he has a heart attack, don't let your wife inside. You're not supposed to carry any weight. It's a joke. Praise the Lord. Praise the Lord. അതുകൊണ്ട് പിശാച് തീരുമാനിച്ചു, നല്ല ഒരു കുരിശ്, A good cross. ഒരു 75 കിലോയിൽ കൂടുതൽ വേണം. It should be more than 75. ഈ മുറിവുള്ള തോളിലേക്ക് വെച്ച് കൊടുത്താൽ If you put it where the wound is, അങ്ങ് വരെ എത്തുകയില്ല. he won't get up to Calvary. ഇടയ്ക്ക് വെച്ച് ശവമടക്കാം. In between, we can kill him. അവൻ തീരുമാനിച്ചു. He decided. അവനെ ഞാൻ പൊട്ടപ്പിശാചെന്ന് ഒന്നുകൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. If I don't call him foolish fellow, it won't be right. ഒന്നുകൂടെ നമ്മൾ ആരാധിക്കാൻ പോവാ. We're going to worship again. ആ വാരം യേശുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ശാപങ്ങൾ മാറിയത്. അവൻ കുരിശു ചുമന്നപ്പോൾ നമ്മുടെ ശാപങ്ങൾ മാറിപ്പോയി. When Jesus took the cross, all our curses were removed. നിന്റെ ശാപങ്ങൾ മാറിപ്പോയി. Hallelujah. നിന്റെ നാട്ടിൽ ജനിക്കേണ്ട, നിന്റെ വീട്ടിൽ ജനിക്കേണ്ട ചാപിള്ളകൾ മാറിപ്പോയി. Still bonds in your family, that curse was removed. Amen. നിങ്ങൾക്കറിയാമോ, Yes. ഈ ക്രോമസോമുകൾ അല്ലെങ്കിൽ ജീനുകൾ എന്ന് പറയുന്നത് മെഡിക്കൽ അറിയാവുന്നവർക്കറിയാം, സ്ത്രീകൾക്ക് എക്സ് മാത്രമേ ഉള്ളൂ. You know, talking about chromosomes, women have 2XX. എന്നാൽ പുരുഷനാണ് എക്സും വൈയും ഉള്ളത്. Men have X and Y chromosomes. ചില കുടുംബത്തിനകത്ത് മുട്ട മഴക്ക് നടക്കും. In some families, big problems take place. നീ കാരണം ആൺകുഞ്ഞ് ജനിക്കാത്തെന്നും പറഞ്ഞു. ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ, സ്ത്രീകൾക്ക് ആൺകുഞ്ഞ് ജനിക്കുന്ന അണ്ടമില്ലെന്ന് ആദ്യം അറിയണം. First of all, foolish men must know women do not have a chromosome by which boys can be born. അത് ഒരു പൊട്ടത്തര വലിയ. ഈ തമിഴ്നാട്ടിലൊക്കെ അതിന്റെ പേര് ഭാര്യമാരെ കൊല്ലുന്നവരുണ്ട്. In Tamil Nadu, ഈ people പുള്ളിക്ക് kill അറിയാം, their ഈ wives. പുള്ളി കാരണം ഇത് ഉണ്ടാക്കുന്നത്. Does the foolish fellow know it's because of him that men are not born? Amen. Amen. ഒരു കാര്യം ഓർക്കണം, Remember, ഈ രണ്ട് എക്സുകൾ, these two X, ഈ എക്സ് വൈ ഇത് തമ്മിൽ യോജിക്കുന്നതിനകത്ത്, in that coming together, X and Y, ഞാൻ എല്ലാം വിശദീകരിക്കാനല്ല, ചെറിയ ഡിഫക്റ്റ് ഉണ്ടായാൽ, if there is a small defect, ആമേൻ, Amen, നമ്മൾ പ്രതീക്ഷിക്കുന്ന കുഞ്ഞായിരിക്കില്ല പുറത്തു the വരുന്നത്. child may not be the one we expect. നമ്മുടെ കുഞ്ഞുങ്ങൾ ഊനമില്ലാത്തായിരിക്കണം നമ്മൾ ആഗ്രഹിക്കും. We desire our children to be perfect. ആമേൻ. Amen. പക്ഷേ എത്ര ശ്രദ്ധിച്ചാണ് കർത്താവ് നമ്മൾ അറിയാത്തൊരു മേഖലയിൽ അതിനെ തമ്മിൽ യോജിപ്പിക്കുന്നതെന്ന് മറന്നു പോകരുത്. How carefully Jesus weaves us, the little baby when we were. ആ ഒറ്റ ലൈറ്റ് നമ്മുടെ അകത്ത് കത്തിയാൽ മതി, നമ്മൾ കർത്താവിനെ മറക്കുകയില്ല. That one simple thing is enough. നമ്മുടെ For കണ്ണുകൊണ്ട് us to കാണാൻ remember. പറ്റത്തില്ല. We cannot see with our eyes. നിങ്ങൾ ഓർക്കണം, അത് ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. തെറ്റിപ്പോകുന്ന മാക്രിയുടെ മുട്ട പോലുള്ള ഒരു സാധനമാണ്. It's a small thing. അത് ഒന്ന് വഴുതിപ്പോയാൽ No man can do anything. If it അതൊരു slips, ലൂബ്രിക്കേറ്റ് വാട്ടറിനകത്താണ് അതിന്റെ കിടപ്പ്. it is lying in a lubricated water. അത് എന്തെങ്കിലും ഒരു രീതിയിൽ സ്ലിപ്പായി പോയാൽ, If it slips off in some way, my God, goodness, എന്തെല്ലാം സംഭവിക്കാം. so many things can happen. എന്നാൽ അവിടെ നമ്മൾ അറിയാത്തൊരു മേഖലയിൽ But in an area where we have no hold, ആ ട്യൂബിനകത്തൂടെ കടന്നു പോകുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. a God who's so careful to take care of you when you're in a mother's womb in such a situation. അതുകൊണ്ടാണ് യിരെമ്യാ അവനോട് പറഞ്ഞത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ എന്ന് പറഞ്ഞ
ഞാൻ ആ പറഞ്ഞ ഭാഗത്ത് വെച്ച് ഞാൻ നിന്നെ കണ്ടതാ ഇരമ്യാവേ. Oh, Jeremiah, I saw you there. Hallelujah. 139 സങ്കീർത്തനം 16 വാക്യം, നീ ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ. Psalms 139:16, when you were but അതിന്റെ അർത്ഥം എന്നാ? small thing. അതിന്റെ അർത്ഥം you was shapeless. നിനക്ക് ഷേപ്പ് ഇല്ലാതിരുന്നപ്പോൾ. When you had no shape. ഒരു ഷേപ്പും ഇല്ലാതിരുന്നപ്പോൾ When you had no shape. ഞാൻ നിന്നെ കണ്ടു. I saw you. ഞാൻ നിന്നെ കണ്ടു. I saw you. ഡോക്ടർമാര് കണ്ടില്ല. Doctors didn't see. ഈ ലോകത്തിലെ മൈക്രോസ്കോപ്പ് കണ്ടില്ല. Microscope did not see. പക്ഷേ എന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് നിന്നെ കണ്ടു. But my eyes of a flaming fire, I saw you. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. Let me stop. ക്രൂശിൽ യേശുവിനെ തകർക്കുവാൻ To destroy Jesus on the ഒരുപാട് cross. കാര്യങ്ങൾ ശ്രമിച്ചു. Many times Satan യേശു tried. ഒരു കള്ളനാന്ന് പറയാൻ They said Jesus is a കള്ളന്റെ liar. കൂടെ ക്രൂശിച്ചു. Another thief was put on the യേശുവിനെ cross. കള്ളനാക്കാൻ കള്ളന്റെ കൂടെ ക്രൂശിച്ചപ്പോൾ Oh, they tried to make Jesus a thief by bringing other thieves. എന്റെ കർത്താവ് കള്ളനെ ഉപദേശിയാക്കി കൊണ്ടിറങ്ങി വന്നു. Glory to God. My Jesus Oh! turned that man into a salvation. അവനാണ് ഒറിജിനൽ കള്ളൻ. He's an original thief. അവനാണ് ഒറിജിനൽ കള്ളൻ. He's an original thief. അവൻ ജീവിച്ചിരുന്നപ്പം When he was alive, നാട്ടുകാരുടെ മോഷ്ടിച്ചു. he stole from the people. മരിക്കാൻ നേരത്ത് And when he died, യേശുവിന്റെ ഹൃദയം അവൻ മോഷ്ടിച്ചു. he stole the heart of Jesus. Hallelujah. അവനാണ് ഒറിജിനൽ കള്ളൻ. He's the original thief. Amen. സ്തോത്രം. Amen. സ്തോത്രം. Otram. നമുക്ക് പ്രാർത്ഥിക്കാം. Shall we pray? ഞാൻ എന്താ പറയാം? Just finished. യേശു കാൽവരി ക്രൂശിൽ Jesus on the ഏറ്റവും cross. അവസാനമായി പറഞ്ഞു, Finally he said, എല്ലാം നിവൃത്തിയായി. everything is done. അതിനകത്ത് There. നീ എഴുതാൻ പോകുന്ന പരീക്ഷയുണ്ട്. സ്വത്രം പറഞ്ഞു. What you are going to write is there. നീ എഴുതാൻ പോകുന്ന പരീക്ഷയുണ്ട്. Your future examinations നീ are there. പാസ്സായിരിക്കുന്നു. You have already നീ passed. പാസ്സായിരിക്കുന്നു. You have passed. വാ തുറന്ന് പറയുന്നു ഞാൻ പാസ്സായെന്ന്. Say, I have passed. നീ പോകുന്ന ഇന്റർവ്യൂ അതിനകത്തുണ്ട്. The interview you are going. നീ പോകുന്ന ഇന്റർവ്യൂ അതിനകത്തുണ്ട്. The interview you are going. പറഞ്ഞോ പാസ്സായെന്ന് പറഞ്ഞോ. Say, I have passed. നിവർത്തിയായി എന്ന് പറഞ്ഞാൽ പാസ്സായെന്ന. It is done. നീ വാങ്ങാൻ പോകുന്ന വീടിന്റെ എഗ്രിമെന്റ് അതിനകത്തുണ്ട്. Oh, hallelujah. നിന്റെ വീടിന്റെ എഗ്രിമെന്റ് അതിനകത്തുണ്ട്. The agreement of your house. പറഞ്ഞോ അത് എന്റെ പേരിലായി. പറഞ്ഞോ Say that. അത് എന്റെ പേരിലായെന്ന് പറഞ്ഞോളാൻ. It is in my അത് name. എന്റെ പേരിലായെന്ന്. It is in my name. നിന്റെ കുഞ്ഞിന്റെ ഭാവി അതിനകത്തുണ്ട്. The future of your നിന്റെ child. വീട്ടിൽ നടക്കാൻ പോകുന്ന വിവാഹം അതിനകത്തുണ്ട്. The marriage in your house. നിന്റെ is there. മക്കളുടെ ഭാവി അതിനകത്തുണ്ട്. Your children's future is നിന്റെ there. ജോലി അതിനകത്തുണ്ട്. Your job is there. നിന്റെ ശമ്പളം അതിനകത്തുണ്ട്. Your salary is നിന്റെ there. സകലതും അതിനകത്തുണ്ട്. Everything of പറ yours is there. നിവർത്തിയായി. It is done. നിവർത്തിയായി. It is done. എല്ലാവരും പറ നിവർത്തിയായി. Say it is done. പറ നിവർത്തിയായി. It is done. എനിക്ക് വേണ്ടി For me. എനിക്ക് വേണ്ടി For me. സകലവും Everything. സകലവും Everything. ആയിരക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്ന റിവൈവൽ ചർച്ച് അതിനകത്തുണ്ട്. അതിനകത്തുണ്ട്. The revival church will millions of people will come and worship. Hallelujah. In that Yes. it is done. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിവർത്തിയായി. It is done. നിവർത്തിയായി. It is done. ദൂതന്മാർ കയറി ഇറങ്ങുന്നു. The angels are coming and വീടുകളിൽ ദൂതന്മാർ കയറി going. ഇറങ്ങുന്നു. Angels are coming to നമ്മുടെ houses. സഭയിൽ വരേണ്ട വീടുകളിൽ ദൂതന്മാർ കയറി ഇറങ്ങുന്നു. Those who are coming to our church, they ആരാധിക്കുക. let's worship. വിശ്വസിക്കുക. Let's worship. വിശ്വസിക്കുക. Glory. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അലൻ സിറ്റിയിൽ ആരംഭിക്കാൻ പോകുന്ന സഭ അതിനകത്തുണ്ട്. അവിടെ നിന്ന് ദൈവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. I receive. ഞാൻ ആത്മാവിൽ കാണുകയാണ്. I declare it. നിവർത്തിയായി. It is done. നിവർത്തിയായി. It is done. നിവർത്തിയായി. It is done. നിവർത്തിയായി. Done. Amen. Hallelujah. ഹാഷമനസ്യ. Hallelujah. It is done. അബ്ചനരന്തല ബൗഡ ബബ. It is done. റീബൽ കൗഡറ